പ്രൈസ് ലോർഡ്. നമുക്കിന്ന് 6-ാം ദിവസത്തെ പറ്റി ചിന്തിക്കാം. ഓക്കെ, അതിനു മുമ്പായി KSRTC കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബ് തുറന്നപ്പം അതിൻ്റെ അകത്തൊരു ലിങ്ക് കണ്ടു. KSRTC ആൾക്കാരെ ചക്ക ചതിച്ചെന്ന്. അപ്പം ഞാനതെന്തുവാണെന്നറിയാൻ വേണ്ടി ഞാനൊന്ന് നോക്കിയപ്പം KSRTC ബസ്സിലെ ജീവനക്കാരെ ചക്ക കഴിച്ചപ്പം അത് കഴിഞ്ഞ് ഓടിച്ചപ്പം ഈ പോലീസുകാർ പുൾ ഓവർ ചെയ്ത് അവരുടെ ബ്രത്ത് അനലൈസർ വെച്ച് അവർ ശ്വാസം പരിശോധിച്ച് നോക്കിയപ്പോൾ അവരുടെ ആൽക്കഹോൾ കണ്ടെത്തി. അപ്പം ആൽക്കഹോൾ എന്നൊക്കെ പറയുന്നത് 2.6 ഒക്കെ 0.26 വലിയ രീതിയിലുള്ള ഇതാണ് കണ്ടെത്തിയത്. അപ്പോൾ അവരെ പിടിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾ ആൽക്കഹോൾ കുടിച്ചിട്ടില്ല, പക്ഷെങ്കിൽ ചക്കയാണ് കഴിച്ചെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വേറെ ഒരു ഓടിക്കാത്തൊരു ഡ്രൈവറിനെ പോലീസുകാർ പിടിച്ചിരുത്തി ചക്ക കൊടുത്തിട്ട് അവരെ കൊണ്ട് ഇത് ചോദിക്കണേ, അവർക്കും ഈ സെയിം രീതി കണ്ടു. അന്നേരം പോലീസുകാർക്ക് മനസ്സിലായി ഇതാണ്. അപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ കഴിക്കുന്ന ഫുഡ്, നമ്മുടെ വയറ്റിലുള്ള ഫുഡ്, ചിലപ്പം നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ട് ഹെവി കാർബ് കഴിച്ചിട്ട് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ചാൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വയറ്റിൽ നല്ല 1 ഗ്ലാസ് ഇപ്പം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഭയങ്കര ക്ഷീണം തോന്നുക, തലയൊക്കെ DC പോലെ കറങ്ങി നമ്മൾ അന്നേരം കയറി കിടന്ന് ഉറങ്ങുവാണെന്ന് ഓർത്തോണം. നമ്മൾ ഹെവി കാർബ് നമ്മുടെ വയറ്റിലെ ആൽക്കഹോൾ കണ്ടിട്ട് ഹൈ ആണ് എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ ഇത് പഠിച്ചു നോക്കി. ഈ ന്യൂസ് കേട്ടപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച പഠിച്ചതിനോടുകൂടി കഴിഞ്ഞ ആഴ്ച ഇതിൻ്റെ സാമ്യം ഒത്തിരി ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അതേപോലെ ഈ ആഴ്ച ആയാലും നമ്മൾ ഫുഡ് ഒത്തിരി നമ്മളെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. പക്ഷേങ്കിൽ അറ്റ് ദ സെയിം ടൈം ദർ ഇസ് എ പ്രോബ്ലം ടു. നമുക്ക് ഫുഡ് നമ്മൾ കൺട്രോൾ ചെയ്യണം. പക്ഷേ ആ ഗ്ലട്ടണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളുണ്ട്. അതിൽ ഒരർത്ഥം വയറ് നിറച്ച് മനസ്സിലായി അത് കഴിക്കുക. രണ്ടാമത്തെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് നമ്മൾ ഗ്ലട്ടണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ, എസ്തെറ്റിക് അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതി നമ്മളെ തന്നെ ഔട്ടർ വേർഡ്സ് നല്ലതാക്കാൻ നോക്കുന്ന ഒരിതിനും ദാറ്റ്സ് ഓൾസോ സിൻ എന്നാണ് ഞാൻ ബൈബിളിൽ പറഞ്ഞു കേട്ട് പഠിച്ചപ്പം എനിക്ക് മനസ്സിലായത്. ബൈബിൾ ഇതിൻ്റെ അകത്ത് 2 അർത്ഥങ്ങളുണ്ടെന്ന്. ഒന്ന് വയറ് നിറച്ച് കഴിച്ച് നമ്മൾ സോബർ മൈൻഡ് അല്ലാതിരിക്കുന്ന ഒരവസ്ഥ. മറ്റേത് നമ്മൾ എസ്തെറ്റിക്, നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുക, അങ്ങനെയുള്ള രീതിക്ക് ഗ്ലട്ടണി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് പറയുകയും ചെയ്തു, ഫുഡിൻ്റെ കാര്യം പറയുകയും ചെയ്തു, ഇനി ഇത് തെറ്റായി പോകുമെന്നുള്ളൊരു പേടി എൻ്റെ മനസ്സിൽ വരികയും ചെയ്തു. അപ്പോൾ ഇത് പഠിച്ചോണ്ടൊക്കെ അത് പറഞ്ഞതേ ഉള്ളൂ, മനസ്സിലായി. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, യോവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 30 മുതൽ 32 വരെ വാക്യങ്ങളിൽ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് വായിച്ചപ്പം അന്നേരം ഒരു കാര്യം മനസ്സിലായി. സൂര്യൻ കറുത്തു പോവും, ഇരുണ്ടു പോവും, ചന്ദ്രൻ രക്തമാകും. അപ്പോൾ ഇതിനെപ്പറ്റി ഒത്തിരി നോക്കുന്ന ബ്ലഡ് മൂൺ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പഠിപ്പുണ്ട്. പക്ഷെ അതൊന്നുമല്ല. ഇതിൻ്റെ സിമ്പിൾ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂര്യൻ കറുത്തു പോകുന്ന അന്ന് ക്രിസ്തുവിനെ കാണാതെ പോവും, അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ അറിയാതെ പോവും. അത് എങ്ങനെയാണ്? നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം കൊണ്ടൊക്കെ ആയിരിക്കും. പിന്നെ മൂൺ ബ്ലഡ് ആവുമെന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ അർത്ഥം. സഭയിലെ പീഡിപ്പിക്കുന്നത്. അതപ്പം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ, ആ ഭാഗം വായിച്ചു നോക്കുമ്പോഴും യേശു ക്രിസ്തു നമുക്കൊരു വാർണിംഗ് തരുന്നുണ്ട്. നിങ്ങൾ സബത്ത് ദിവസങ്ങളിൽ ഇത് വരുമ്പം ഗർഭിണികൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് ഓടിപ്പോകാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള ഓരോ വാക്യമുണ്ടല്ലോ. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ശ്രുതികളും ഒക്കെ കേൾക്കുന്നത്. അപ്പം എന്തുമില്ല അതേപോലെ വരുമ്പോൾ നിങ്ങൾ യെരുശലേം വിട്ട് വാങ്ങിപ്പോവുക, മനസ്സിലായി. അപ്പം ആ ഭാഗം ഇങ്ങനെ വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് കാണും സഭയ്ക്ക് പീഡനങ്ങളുണ്ടാകുന്നുണ്ട്, മനസ്സിലായി. സഭയാണ് മൂൺ എന്ന് കാണിക്കുന്നത്. അതേപോലെ ചന്ദ്രനെ നീതി സൂര്യൻ എന്ന് പറയുന്നത്. അപ്പം
പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കണോ. കഴിഞ്ഞ ആഴ്ച അതിൻ്റെ മുമ്പിലത്തെ ആഴ്ചയൊക്കെ ഈ സഭയെപ്പറ്റി പറഞ്ഞു, ഇത് സഭയാണെന്നും സൂര്യനാണെന്നും ബൈബിൾ തോറ യഹൂദന്മാർക്ക് തോറയാണെന്നും ടെമ്പിളാണെന്നും ഒക്കെ പറഞ്ഞ് സൂര്യൻ്റെതാണെന്ന് പഠിപ്പിച്ചപ്പോൾ ഇതുണ്ട്. എന്നാൽ അറ്റ് ദ സെയിം ടൈം വേറെ സ്ഥലത്ത് സൂര്യനും കാണുന്നുണ്ട്, ചന്ദ്രനും കാണുന്നുണ്ട്. എന്ന് കഴിഞ്ഞാൽ അത് അവരുടെ ദൈവന്മാരെയാണ് പറയുന്നത്. മനസ്സിലായി? പ്രോഫറ്റിക്കൽ വേർഡ്സ് നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത് മൂന്നെന്ന് സൂര്യനും ചന്ദ്രനെന്ന് പറയെങ്കിലും പക്ഷേ അത് യഥാർത്ഥതല്ല. യോസഫിൻ്റെ സ്റ്റോറി നമുക്ക് വായിച്ചാലും നമുക്ക് അതിൻ്റെ അകത്ത് കാണാമല്ലോ. സൂര്യനും ചന്ദ്രനും എന്ന് ഉദ്ദേശിക്കുന്നത് സൂര്യനെ ചന്ദ്രനെ അല്ല, അപ്പനും അമ്മയും 11 നക്ഷത്രങ്ങളെ യൂസ് ചെയ്യുമ്പോൾ 11 സഹോദരന്മാർ. മനസ്സിലായി? എന്ന് പറയുന്ന പോലെ ഒരു മെറ്റഫോറാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം സഭയെ ചന്ദ്രനായിട്ട് ചെയ്യാമോ? യെസ്. ക്രിസ്തുവിനെ സൂര്യനായിട്ട് യെസ് ചെയ്യാമെന്നൊക്കെയുള്ള. അപ്പോൾ യോവേൽ പ്രവചനം ദാറ്റ്സ് വൺ ഓഫ് ദ എക്സാമ്പിൾ എന്ന് പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായി? ഓക്കെ. പിന്നെ അടുത്ത ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, ദൈവാത്മാവ് സംസാരിച്ചു എങ്ങനെയാണ് അത് കേൾക്കുന്നതെന്നൊക്കെ. ഇപ്പം അവർ ദൈവം നേരിട്ട് വ്യക്തിയായിട്ട് ഇപ്പം എന്നോട് അങ്ങനെ സംസാരിച്ച് ഞാൻ ഇതുവരെയും കേട്ടില്ല. പക്ഷേ എൻ്റെ മമ്മിയുടെ അമ്മച്ചിക്ക് ഒരു പ്രാവശ്യം പ്രയാസത്തിൽ കൂടെ കടന്നു പോയപ്പോൾ ഞാനാണെന്ന് പറയുന്ന ഒരു സൗണ്ട്, ഒരാൾ സംസാരിക്കുന്നതിലുള്ള സൗണ്ട് കേട്ടിട്ടുണ്ടെന്ന് അമ്മച്ചി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ കുറച്ച് ആൾക്കാരെ അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുള്ളൂ അല്ലേ. ഇപ്പം ഞാൻ പറയുന്നത് കഴിഞ്ഞാൽ ഇപ്പം ബൈബിൾ ഈ വേഴ്സസ് എടുക്കുമ്പം ഒരു 5-6 പ്രാവശ്യം വായിക്കുമ്പം നമുക്ക് അതിൻ്റെ അകത്തൂടെ ഹോളി സ്പിരിറ്റ് ഒരു ലീഡ് തരും. ആ ലീഡിൽ കൂടെ പോയി ലീഡിൽ കൂടി ഇങ്ങനെ പോകും. പിന്നെ ഞാൻ നോക്കുന്നത് ഇതെവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും കോൺട്രഡിക്ഷൻ ഉണ്ടോ, എവിടെയെങ്കിലും തെറ്റ് പറ്റുന്നുണ്ടോ, ഇത് വേറെ എവിടെയെങ്കിലും പരാമർശിച്ചിട്ട് ഞാൻ ഈ സെയിം കാര്യങ്ങൾ ഇപ്പം സൂര്യനും ഇപ്പം 3 സഭയാണെന്ന് വേറെ എവിടെയെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടോ? പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം യോവേലിൻ്റെ പ്രവചനത്തിനകത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം വൺ ലീഡ്സ് ടു അനദർ. അപ്പം മനസ്സിലാകും നമ്മുടെ ഉള്ളിൽ ആ ഹോളി സ്പിരിറ്റ് സംസാരിച്ചു കൊണ്ടിരിക്കും. പ്രാർത്ഥനയോടുകൂടി നമ്മളിരിക്കുമ്പോൾ നമ്മൾ ഡിലിജൻ്റായിട്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഹോളി സ്പിരിറ്റിലേക്ക് പിന്നെ അതിൽ കൂടെ ചിലപ്പം ചില ദേവദാസന്മാരുടെ പ്രസംഗത്തിൽ കൂടെ ആയിരിക്കും. ഇപ്പം 3-ാം ദിവസത്തെ 2ാമത്തെ പാട്ട് ഹെർബിനെ പറ്റി പഠിച്ചപ്പം എനിക്കറിയാം ഹീബ്രുവിൻ്റെ അകത്ത് ഹെർബ് ആ പർട്ടിക്കുലർ സ്ഥലത്ത് പറയുന്നത് പ്ലാന്റ് എന്നാണ് മനസ്സിലായി. പക്ഷേ ഹെർബ് എന്നല്ല. അത് 2ാം വാക്ക് ഇതിനെ കൺഫ്യൂസ്. അപ്പം ഒരാഴ്ച മുഴുവൻ എനിക്ക് കണ്ടുപിടിക്കാം, എനിക്ക് അതിൻ്റെ ലീഡ്സ് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഒരു ദിവസം സൺഡേ ഇരുന്നപ്പം ഞാൻ NET ബൈബിളാണ് നോക്കുന്നത്. അന്ന് കൊണ്ടുപോയ NET ബൈബിളാണ് നോക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കിയാണേ ഞാനത് ഇങ്ങനെ അതിൻ്റെ അകത്ത് എഴുതി വെച്ചേക്കുന്നത് കണ്ടു. അപ്പോൾ ദാറ്റ് ലീഡ്സ് മീ ടു ദാറ്റ്. ഇത് മനസ്സിലായി? അതാണ് ഞാൻ പറഞ്ഞത് ദൈവാത്മാവ് സംസാരിച്ചു എന്ന് പറയുന്നത്. അതിപ്പോൾ ഞാൻ അന്നത്തെ വാങ്ങിച്ച സങ്കീർത്തനത്തിൻ്റെ അകത്തെ ഒരു കാര്യം എൻ്റെ അടുത്തിരിക്കുന്ന സഹോദരനോട് ഞാനത് കാണിച്ചു കൊടുക്കാനിടയായി. അപ്പം പല മീനിങ്ങുകളുണ്ട്, പല ഇതുണ്ട്. അപ്പം നമ്മളെല്ലാം കെയർഫുള്ളായിട്ട് സ്റ്റഡി ചെയ്തില്ലെങ്കിൽ, അത് ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് പിന്നെ അതാണ് ഹോളി സ്പിരിറ്റ് സംസാരിച്ചു, എന്നോട് ദൈവം സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് എനിക്ക് കിട്ടുന്നത്. ഗൂഗിൾ 90% ഞാൻ അവോയ്ഡ് ചെയ്യും. യൂട്യൂബ് 99.9%. ലാസ്റ്റ് പ്രാവശ്യം അസിഡിറ്റി, ഈ ഓരോ സ്വഭാവങ്ങൾ നമ്മുടെ സോള് ഇതിൻ്റെ അകത്ത് വരുമ്പം ഇപ്പം ക്രീപ്പിംഗ് തിങ്സ് അതേപോലെ സീ ക്രീച്ചേഴ്സ്, ആനിമൽസ്, ബേർഡ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇതൊക്കെ എന്താണെന്ന് നോക്കിയുണ്ടേ ബൈബിളിൻ്റെ അകത്ത് കുറേ ഇതിൻ്റെ പരാമർശം. സോ ഇതെങ്ങനെ നമ്മൾ നല്ല നിലത്ത് വീണ് വിത്ത് തിന്നുന്നു. ആ ബേർഡിനെ പറ്റി നമുക്ക് സോളുമായിട്ട് കണക്ട് ചെയ്യാമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. സോ ഓരോ ബൈബിൾ പാസേജ്. സോ അതിപ്പോൾ എനിക്കപ്പോൾ സംശയം തോന്നി, ഞാൻ പോയി ഗൂഗിളിൽ കൂടെ ബുക്കിൽ കൂടെ സെർച്ച് ചെയ്തു. എനിക്കൊരു ബുക്കുണ്ട്, സൈക്കോളജി, ഹൗ ഡസ് ബ്രെയിൻ വർക്ക്സ്
എന്നൊക്കെയുള്ള ഒരു സൈക്കോളജിയുടെ ഒരു ബുക്കുണ്ട്. അത് ആരാ തന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബ്രൂസ് എന്ന് പറഞ്ഞ ഒരു ഒരു ടീച്ചറാണ് എനിക്ക് തന്നെ പറഞ്ഞു തന്നത്. അപ്പോൾ ആ ക്ലാസ് എടുത്തപ്പോൾ ആ ദിവസം പറഞ്ഞു ഇന്ന ബുക്ക് റെഫർ ചെയ്താൽ മതി. അപ്പോൾ ഓൾവേസ് എനിക്ക് സംശയമുള്ളപ്പോൾ ഞാൻ ആ ബുക്കിൻ്റെ അകത്ത് പോയി നോക്കും. നോക്കിയപ്പോൾ അണ്ടർ ബോൾസ് അതിൻ്റെ അകത്ത് തന്നെ കിടപ്പുണ്ട് ഫുഡ്, ആഹാരം നമ്മുടെ ഇത് ബിഹേവിയറൽ ഇഷ്യൂസിനെ ഇത് ചെയ്യാം. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതെനിക്ക് പുതിയ അറിവായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ എടുത്തു. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് അസിഡിറ്റിയുടെ കാര്യം കിട്ടിയിട്ട്. അപ്പോൾ എനിക്ക് സംശയം വന്നത് അസിഡിറ്റി ഇങ്ങനെ ഉണ്ടാവുമോ. അപ്പോൾ ഞാൻ പണ്ട് ആയുർവേദത്തിൻ്റെയൊക്കെ ഒരു ബേസിക് സൂപ്പർഫിഷ്യൽ എന്തോ ഒരു 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 സൂപ്പർഫിഷ്യൽ വേയിൽ ഞാൻ കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അന്നേരം ഇത് തോന്നി. ആദ്യം ഞാനിപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി അസിഡിറ്റി ഇതുണ്ടാവുമെന്ന്. അപ്പം ഒന്നും വന്നില്ല. ചുമ്മാ ഒത്തിരി ചറവറാന്ന് ജങ്ക് ഒത്തിരി കിട്ടി. എനിക്ക് വിശ്വസനീയമല്ല, റിലയബിളായിട്ടുള്ളതൊന്നും കിട്ടിയില്ല. പിന്നെ ഈ അസിഡിറ്റി ആയുർവേദത്തെ പറ്റി സെർച്ച് ചെയ്ത് നോക്കണേ. ഗൂഗിൾ യൂട്യൂബിൻ്റെ അകത്തുനിന്ന് ഒരു റിലയബിളായിട്ടുള്ളൊരു ഒരു അപ്പച്ചൻ ദയാലോ അങ്ങനെ പറഞ്ഞ ഒരു KV ദയാൽ എന്ന് പറഞ്ഞൊരു അപ്പച്ചൻ്റെ ഇത് കിട്ടി. അതിൽ കൂടെയാണ് ഞാൻ കുക്കുംബർ ഒക്കെ പഠിക്കാതെ. കുക്കുംബർ ഞാൻ 2 ദിവസം ട്രൈ ചെയ്തു. രണ്ടാമത്തെ ദിവസം ഞാൻ ഛർദ്ദിക്കേണ്ടി ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പരിപാടി നിർത്തി. കുക്കുംബർ മോർണിംഗ് കഴിക്കുന്നത് ഭയങ്കര ഹാർഡാണ്. പക്ഷേ കഴിച്ചു നോക്കിയാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു നോക്കിയാലേ അറിയത്തുള്ളൂ അതിൻ്റെ ഗുണം എന്താണെന്ന്. ഞാൻ 2 ദിവസമേ ട്രൈ ചെയ്തുള്ളൂ, എന്നെക്കൊണ്ട് പറ്റിയില്ല. പിന്നെ ബിരിയാണി ഈ വിരുദ്ധാഹാരം, നോൺ കമ്പാരബിൾ ഫുഡ്. അപ്പോൾ വിരുദ്ധാഹാരത്തെ പറ്റി ഞാൻ ബിരിയാണി നല്ലതാണോ ഇല്ലെന്ന് നമുക്ക് ട്രൈ ചെയ്യണമല്ലോ, കേട്ടാലേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ 3 കടയിൽ പോയി ഈ ബിരിയാണി വാങ്ങിച്ചു, കഴിച്ചു. അതെ, ദയാൽ എന്ന് പറഞ്ഞാൽ ആ ആൾ പറഞ്ഞ സെയിം ശരിയാണ്. എനിക്ക് വയറിൻ്റെ അകത്ത് ബ്രേക്ക് കിടക്കുന്നു, പോകാൻ വലിയ പ്രയാസമായിരുന്നു, സ്ട്രഗിൾ ചെയ്തു. അത് എൻ്റെ മെൻ്റലി എൻ്റെ ഫിസിക്കലി ഞാൻ സ്ട്രഗിൾ ചെയ്തു. പിന്നെ ഫൈനലി അത് നല്ല ആഹാരം, ചോറും കഴിച്ചു നോക്കി. യെസ്, ചോറും കോൺസ്റ്റിപ്പേഷൻ വരുത്തുന്നുണ്ട്, ബിരിയാണിയും വരുത്തുന്നുണ്ട്. പിന്നെ ഞാൻ നല്ല ആഹാരം കഴിച്ചു നോക്കി, വെജിറ്റബിൾസും അങ്ങനെയൊക്കെയുള്ള കഴിച്ചു നോക്കിയപ്പം ഒരു കുഴപ്പമില്ല, ഹൈ എനർജി കിട്ടുന്നുണ്ട്. നമ്മൾ കേട്ടാൽ മാത്രം, ഞാനത് കേട്ടതേ ഉള്ളൂ, അത് പഠിച്ചുകൊണ്ടിരുന്നപ്പം കേട്ട കാര്യം നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഞാൻ ട്രൈ ചെയ്തിട്ടില്ലെന്ന്. ട്രൈ ചെയ്തപ്പോൾ ഇപ്പം നോക്കിയപ്പം എനിക്ക് മനസ്സിലായി അതെൻ്റെ ബോഡിയിൽ ശരിക്കും പ്രോസസ്സ് ചെയ്തില്ല. ഒരു പ്രോസസ്സ് ചെയ്യേണ്ടത് 1 to 4 hours നമ്മൾ കഴിക്കുന്ന ആഹാരം പ്രോസസ്സ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബോഡി സ്ട്രഗിൾ ചെയ്യും. മനസ്സിലായി? അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളോട് പറയണം എന്ന് അതുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എങ്ങനെ ഇതൊക്കെ കിട്ടുന്നു, എങ്ങനെ ഹൗ ഡസ് ഓരോ ഇൻഫർമേഷൻ എന്നെ എങ്ങനെ ലീഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. എപ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ ലെറ്റ് യുവർ ഹോളി സ്പിരിറ്റ് ലീഡ് മീ ത്രൂ ഓരോ കാര്യങ്ങൾ നടക്കണം. എനിക്ക് ഒരു ഇതൊന്നും വേണ്ട, കമ്പാറ്റബിൾ ഇതായാലും ദുരുദ്ദേശം വരരുത്, റോങ് ടീച്ചിങ് ആകരുത്, ആൾക്കാരെ റോങ് വേ മിസ്ലീഡ് ചെയ്യരുത്. ഇതൊക്കെ വരും. അപ്പോൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കും, വചനത്തിൽ കൂടെ ഉണ്ടോ, ശരിയാണോ, ഇതെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയുള്ള കുറേ സെർച്ച് ചെയ്ത് ഇതൊക്കെയാണ് പറയുന്നത്. അപ്പം ഒരു ലീഡ് കിട്ടുന്നത് ഇതേപോലെ കുറേ പ്രാവശ്യം വായിച്ചുകൊണ്ടിരിക്കും. ഒരു 5 to 10 times ആ സെയിം പാസേജ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് നമ്മളെ ലീഡ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ്. പിന്നെ ഇതേപോലെയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് എൻ്റെയൊക്കെ ആദ്യത്തെ ലൈഫിൽ ഒത്തിരി ഇത് ചെയ്യാമോ, അത് ചെയ്യാൻ പാടില്ലേ, ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള. പിന്നെ ഓരോന്നിൻ്റെ ആൻസർ ഞാൻ കണ്ടുപിടിച്ചപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടി. ഞാൻ മറ്റുള്ള ആൾക്കാരോട് പറയും, എടാ അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല, അങ്ങനെ ചെയ്യില്ല, മറ്റേ ചെയ്യില്ല. ഓഫ്റ്റൻ എനിക്ക് ഒരു 99.9% എനിക്ക് കിട്ടിയത് ഒരു റിബലിയസ് അല്ലെങ്കിൽ എതിർപ്പാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ഞാൻ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും, എത്ര പഠിപ്പിച്ചാലും, എത്ര പ്രൂഫ് കൊണ്ടുവന്നാലും
without the guidance of Holy Spirit, there's no way I can change anybody. ഹോളി സ്പിരിറ്റ്. പിന്നെ ഞാനൊരു കാര്യം മനസ്സിലാക്കി, പറയുക, ലൈക്ക് മനസ്സിലായി, ഞാൻ പ്രൂഫ് കൊടുക്കുക, പറയുക, ജസ്റ്റ് ലീവ് ഇറ്റ് അലോൺ, ദെൻ പ്രാർത്ഥിക്കുക, ലെറ്റ് ദ ഹോളി സ്പിരിറ്റ് ഡു ദ വർക്കിംഗ്. മനസ്സിലായി? ഹോളി സ്പിരിറ്റിൻ്റെ പവർ ഇല്ലാതെ ഓരോ ആളുടെയും ജീവിതത്തിൽ ഒരു രൂപാന്തരം വരത്തില്ല. മനസ്സിലായി? അതെന്തുവാന്ന് കുറച്ചുകൂടെ കഴിയുമ്പം ഞാനത് ഇന്നത്തെ മെസ്സേജിൻ്റെ അകത്ത് അത് വരുന്നുണ്ട്. അപ്പോൾ അത് അന്നേരം പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ആദ്യം വായിക്കാം. ഇന്ന് 6-ാം ദിവസം 24 തൊട്ട് 32 വരെ ഉണ്ട്, ഒത്തിരി ഉണ്ട് വായിക്കാൻ. അത് വായിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, 24-ാമത്തെ വാക്യം മുതൽ 31 വരെ ഉണ്ട്. ഓക്കെ, ഇച്ചിരിയേറെ ഉണ്ട്, ഹീബ്രു ആയതുകൊണ്ട് ഞാൻ നിർത്തി ഓരോരോ ഇതായിട്ട് വായിക്കാം, അപ്പോൾ സമയമെടുക്കും. ഓക്കെ, വയോമിർ എലോഹിം ടൊട്സെ ഹ ഹാരറ്റ്സ് നെഫേഷ് ഹയ ലെമിനോ ബെഹീമ വ റമേസ്. ബെഹീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വളർത്തുന്ന ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽ എന്നുള്ള അർത്ഥം. വ റമേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൗളിങ് തിങ്സ്. പിന്നെ വേ ഹയാറ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാട്ടുമൃഗങ്ങൾ എന്ന് മലയാളത്തിൽ പറയാം, അല്ലെങ്കിൽ ലിവിങ് ക്രിയേച്ചേഴ്സ്, ലൈക്ക് മെരുക്കാത്ത മൃഗങ്ങൾ, ഒരു ജനറൽ ഫോമാണ്. അത് പർട്ടിക്കുലറായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ബെഹീമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽ. പക്ഷേ ബെഹിമോത്ത് പറയുമ്പം അത് വലിയ മിത്തിക്കൽ ആനിമൽസിനെ പറ്റി, ഡൈനോസർ പോലൊക്കെയുള്ള വലിയ ലിവിയദാൻ അതേപോലെയുള്ള ആനിമലായിട്ട് വരും. പക്ഷെങ്കിൽ ബെഹിമോത്ത് എന്ന് കഴിഞ്ഞാൽ ബെഹിമയുടെ ഒരു പ്ലൂറലാണ്. മനസ്സിലായി? ഒന്നിൽ കൂടുതൽ മൃഗങ്ങൾ എന്നുള്ള അർത്ഥമാണ് ബെഹിമോത്ത് വരുന്നത്. പക്ഷേ അത് അന്നത്തെ ലാംഗ്വേജിൽ ഈ സൈസ് വലുതാക്കി കാണിക്കാൻ അറിയത്തില്ല. അതിന് പ്ലൂറൽ, ഒന്നിൽ കൂടുതൽ ഒന്നിൽ കൂടുതൽ സൈസ്. ഈ ഒരു ആനിമലിൻ്റെ കഴിഞ്ഞാൽ ഒരു പോത്തിൻ്റെ 10 ഇരട്ടി വലിപ്പമെന്ന് നമ്മൾ പറയത്തില്ലേ, അതിനാണ് ബെഹിമോത്ത് എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പം 10 പോത്തെന്നല്ല അതിൻ്റെ അർത്ഥം വരുന്നത്, ആ പോത്തിനെക്കാട്ടി 10 ഇരട്ടി വലിപ്പമുള്ള ഒരു ഇതെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഇന്നത്തെ രീതി പഠിച്ചു ബെഹിമോത്ത് ഞാൻ പ്ലൂറൽ എന്ന് പറയുമ്പം ഇത് മനസ്സിലായി, അങ്ങനത്തെ രീതിയിലാണ് വരുന്നത്. ഓക്കെ, വൈ ഹയാറ്റോ അറേസ് ലെമിനോ വഹി കീൻ വയായാസ് എലോഹിം എറ്റ് ഹയാറ്റോ ഹാറേസ് ലെമിനോ വെ എറ്റ് ഹബ് ബഹിമ ലെമിനോ വെ എറ്റ് ഖോൽ റമേസ് ഹാദ്മ ലെമിനെഹു വയാർ എലോഹിം കിറ്റോ വയോമേർ എലോഹിം നെഫേഷ് ആദാം ബേസ്ലെമെനു കിദ്മേറ്റിനു വേ ഇർദു ബിഗാറ്റ് ഹയ വു ഓഫ് ഹഷമായിം വു ബെഹിമ വു ഖോൽ ഹാരറ്റ്സ് വു വൈഖോൽ റമേസ് അറോമേസ് അൽ ഹാരേസ് വൈവ്ര എലോഹിം എറ്റ് ഹാദൻ ബസ്ലേം എലോഹിം ബറ ഓത്താം സഖാർ യു നെഖേവ ബറ ഓത്താം വൈവിക്ര ഓത്താം എലോഹിം വയോമേർ ലാഹേം എലോഹിം ഫെറു യുറുവു യുബീലു എറ്റ് ഹാരറ്റ്സ് വാഖീബസുഹ യുറേദു ബിഗാറ്റ് ഹയാം യുവു ഓഫ് ഹഷമായിം യുഖോൽ ഹയാം ഹറോമേഷെത് അൽ ഹാരറ്റ്സ് വയോമേർ എലോഹിം ഹിനെ നറ്റാറ്റി ലെഖീം എറ്റ് ഖോൽ എസേവ് സോറെ സേറ അസേർ അൽഫനെ ഖോൽ ഹാരറ്റ്സ് വെ എറ്റ് ഖോൽ ഹാരറ്റ്സ് അസേർ ബോ ഫെറി എ സോറ സേറെ ലാഖീം
yehi lo le okla le okla ule kol hayato ha aretz ule kol hof hashamayim ule kol romes al haaretz asher bo nefesh haya et kol yerik esev lo okala vayehi kin vayomer Elohim et kol asher asa വഹീനെ ടോ മേയോദ് എന്ന് പറഞ്ഞാൽ വെരി ഗുഡ് ഇപ്പം ആരോട് നമ്മളോട് ചോദിച്ചാൽ ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ വെരി ഗുഡ് ടോ മേയോദ് വൈഹി എറേവ് വൈഹി ബോക്കർ യോം ഹശാഷി ഓക്കെ. അപ്പം അടുത്തത് നമുക്ക് ഇംഗ്ലീഷിൽ. God said, let the earth bring forth every kind of living creature, cattle, creeping things, and wild beasts of every kind. It was so. God made wild beasts of every kind, and cattle of every kind, and all kinds of creeping things of earth. And God saw it was good. And God said, let us make humankind in our image, after our likeness. They shall rule the fish of the sea, and the bird of the sky, and the cattle of the whole earth, and all the creeping things that creeps on earth. And God created humankind in the divine image, creating in his image of God, creating them male and female. God blessed them, and God said to them, be fruitful and increase, fill the whole earth and master it. Fill the whole earth and master it, and they rule the fish of the sea, the bird of the sky, and all the living things that creeps on the earth. God said, see, I have give you every seed-bearing plant that is upon all the earth, and let every tree that has seed-bearing fruit, they shall be yours of food, and to all the animals on the land, to all the birds of the skies, and to everything that creeps on the earth, in which there is a breath of life. And I give all the green plants for food. It was so. And God saw that all that has been made, and found it very good. Very good എന്നുള്ളതിനാണ് മേയോദ്. Parody, how are you? Very good. മേയോദ്. And there was evening, and there was morning, sixth day. ഇനി മലയാളം. അതാത് തരം കന്നുകാലികൾ, ഇഴജാതികൾ, കാട്ടുമൃഗങ്ങൾ, ഇങ്ങനെ അതാത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്ന് ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഇങ്ങനെ ദൈവം അതാത് തരം കാട്ടുമൃഗങ്ങളും അതാത് തരം കന്നുകാലികളും അതാത് തരം ഭൂചര ജന്തുക്കളും ഉണ്ടായി. നല്ലതെന്ന് ദൈവം കണ്ടു. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാകട്ടെ. സ്വരൂപം, സാദൃശ്യം വെരി ഇമ്പോർട്ടൻ്റ്. അത് മറന്നു പോകരുത്. നമ്മുടെ സ്വരൂപത്തിലുമുണ്ട് ലൈനേഴ്സ് ആൻഡ് ഇമേജ്. ഓക്കെ, അത് വെരി ഇമ്പോർട്ടൻ്റ്. അത് മറന്നു പോകരുത്. മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യങ്ങളിലും ആകാശത്തിലുള്ള പറവജാതികളിലും മൃഗങ്ങളുടെ മേലും സർവ്വഭൂമിയുമേലും ഭൂമിയിലെ ഇഴയുന്ന എല്ലാ ജന്തുക്കളുടെ മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണും ആയി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി. സമുദ്രത്തിലെ മത്സ്യങ്ങളെയും ആകാശത്തിലെ പറവജാതികളിൽ മേലും സർവ്വഭൂചരങ്ങളിലെ ഇഴജന്തുവിന്മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. ഭൂമിയിൽ എങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിൻ്റെ വിത്തുള്ള ഫലവും കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. ഏതാഹാരമായിരിക്കട്ടെ? എന്തൊക്കെ ആഹാരമായിരിക്കട്ടെ? മനുഷ്യൻ്റെ ആഹാരം എന്താണ്? അടുത്ത ഭാഗം കന്നുകാലികളുടെ ആഹാരം. ഓക്കെ. ഭൂമിയിലെ കാട്ടുമൃഗങ്ങളും ആകാശത്തിലെ എല്ലാ പറവജാതികളിലും ഭൂമിയിൽ ചരിക്കുന്ന സകല ഭൂചര ജന്തുക്കൾക്കും ആഹാരമായിരിക്കട്ടെ. പച്ച സസ്യം ഒക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് ദൈവം കൽപ്പിച്ചു. പച്ച സസ്യങ്ങൾ
ഗ്രാസ്. ഓക്കെ, മറ്റേത് കാ വരുന്ന ഹെർബ്സ് എന്നാണ് പറയുന്നത്, പക്ഷേ പ്ലാന്റ്. ഓക്കെ, അങ്ങനെ താൻ ഉണ്ടാക്കിയതിനെ ഒക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലതെന്ന് കണ്ടു. സന്ധ്യ ഉഷസായി 6-ാം ദിവസം. ഓക്കെ, നമ്മൾ ഇതിൻ്റെ അകത്ത് വായിക്കുമ്പം ആദ്യം 3 കാര്യങ്ങളെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. 24-ാം വാക്യം വായിക്കുമ്പം കന്നുകാലികൾ, ഇഴജന്തുക്കൾ, കാട്ടുമൃഗം, പിന്നെ മനുഷ്യനെയാണ് സൃഷ്ടിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം അത്രയും മാത്രമേ ഉള്ളൂ മെയിനായിട്ടുള്ള. പിന്നെ അവർക്കുള്ള ആഹാരങ്ങളും അവർ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഉണ്ടാക്കി. പിന്നെ ഭൂമിയിലെ ഒക്കെയും വിട്ട് മനുഷ്യനെ പറ്റി സ്വരൂപ സാദൃശ്യം ഇപ്പം പറയുന്നില്ല, കാരണം 2-ാം അധ്യായത്തിൽ ഇത് ഒന്നുകൂടെയും പറയേണ്ടി വരുന്നുണ്ട്. ഇപ്പം കാട്ടുമൃഗങ്ങൾ മാത്രം പറഞ്ഞിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബാക്കി മനുഷ്യൻ്റെ ഇമേജ് ആൻഡ് ലൈക്നെസ് ഞാൻ 2-ാം അധ്യായത്തിൽ വരത്തില്ലേ, അന്നേരം കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. പിന്നെ മനുഷ്യൻ്റെ ആഹാരം കണ്ടല്ലോ എന്തുവാണെന്ന്, കാട്ടുമൃഗങ്ങളുടെ ആഹാരം കണ്ടല്ലോ എന്തുവാണെന്ന്. കാരണം നമ്മുടെ ബോഡി പ്രോസസ്സ് ചെയ്യുന്നത് ഓർത്തോണം. സാലഡ്സും അങ്ങനെയൊക്കെ ഉള്ളത് ബോഡി പ്രോസസ്സ് ചെയ്യുമോ ഇല്ലയോ എന്ന് ഓർത്തോണം. ഓക്കെ, അപ്പോൾ 3 കാര്യം ഇവിടെ 4 എണ്ണം ഉണ്ട് മനുഷ്യൻ്റെ. അത് പിന്നെ പറയാം. 3 കാര്യം ഇവിടെയുള്ള കാര്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 ബഹീമ അല്ലെങ്കിൽ കന്നുകാലികൾ, 2 ഇഴജന്തുക്കൾ റമേസ്, 3 കാട്ടുമൃഗങ്ങൾ ഹയാറ്റോ എന്ന് ഹയാന്നാണ് പറയണ്ടേ, CH ആണ് അവിടെ ഹയ. പക്ഷേ എനിക്ക് എപ്പോഴും പറയാൻ കാർക്കികെന്നുപോലെ തോന്നും, അതുകൊണ്ട് തുപ്പലൊക്കെ വരും, അതുകൊണ്ട് ഞാൻ ഹയാന്ന് മാത്രമേ പറയത്തുള്ളൂ. ഓക്കെ, അപ്പം ഹയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽഡർ ബീസ്റ്റ്, അതിൻ്റെ ഒരു എല്ലാ മൃഗങ്ങളെയും ജനറലായിട്ട് പറയുന്ന ഒരു ഇതാണ്. ഓക്കെ, അപ്പം ബഹിമ എന്ന് പറയുമ്പം ഇതിൻ്റെ സ്പിരിച്വൽ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കന്നുകാലി, ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽ. കാരണം ഏതൊരു കാര്യത്തിനും വിധേയപ്പെടുക, മനസ്സിലായി, വില്ലിങ് ടു ഒബേ എന്നാണ് അത് കാണിക്കുന്നത്. മനസ്സിലായി, വില്ലിങ് ടു ഒബേ, അറ്റ് ദ സെയിം ടൈം നമുക്കത് ഫലപുഷ്ടമായി തരുന്നു. മനസ്സിലായി, ഇപ്പം പശുവിൻ്റെ പാല് നോർമൽ വേ നമ്മളത് കഴിക്കേണ്ടതല്ല, അതിൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ളതാണ്. പക്ഷെങ്കിൽ അത് ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽ, കോഴി മുട്ട ഇട്ട് തരുന്നു. മനസ്സിലായി, ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസിനെ പറ്റി ഉള്ള വില്ലിങ് ടു ഒബേ, മെരുക്കപ്പെടുന്നത്. മനസ്സിലായി, മെരുക്കാൻ പറ്റുന്നത്, പെട്ടെന്ന് വിധേയപ്പെടുത്തി തരുന്നത്. അതൊരു സ്പിരിച്വൽ മീനിങ്സ്, ഒരു നല്ല ഗുണം, ഒരു ദൈവവേദനയുടെ വളർച്ചപ്പെടുന്നത്, നല്ല നിലത്ത് വീണ് വിത്ത് പോലെ ഉള്ള രീതിയിലാണ് കാഴ്ചപ്പെടുന്നത്. മനസ്സിലായി. പിന്നെ ക്രീപ്പിംഗ് തിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഴജന്തുക്കൾ. ഇത് ഞാൻ ബൈബിളിൽ നമ്മൾ സ്പിരിച്വൽ മീനിങ് ആയിട്ട് നോക്കുമ്പോൾ ദുരുപദേശം ഇഷ്ടം പോലെ ഉണ്ട്. അത് കുറേ സ്ഥലത്ത് ഇതുണ്ട്. എസെക്കിയേലിനകത്ത് പറയുന്നുണ്ട്, നമ്മൾ തീമത്തിയോസിൻ്റെ അകത്ത് പറയുന്നുണ്ട്, പിന്നെ മറ്റുള്ള ഭാഗങ്ങളൊക്കെ ഇത് പറയാം. ദുരുപദേശം നുഴഞ്ഞു കയറുക, ഇഴഞ്ഞു കയറി വരിക. അതെങ്ങനെയാണെന്ന് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഓരോ സ്ഥലത്തും ഇഷ്ടംപോലെ ദുരുപദേശങ്ങളല്ലേ. ഇപ്പം എന്നോട് സങ്കടപ്പെടല്ലേ, ഞാൻ പറയാം, ഇന്ന് നമ്മുടെ മിക്കവാറും സഭകളിലൊക്കെ ഉള്ള ആൾക്കാർ ഓണവും അതേപോലെയുള്ള കുറേ ദുരുപദേശം നമ്മുടെ സഭകളിൽ തന്നെ ഇരിക്കുമ്പം അതിനെയൊക്കെ നമ്മൾ കണ്ടില്ല ഇതേപോലെ നയിച്ചിട്ട് പിന്നെ ഓരോ വാക്കുകളുടെ അർത്ഥം പറയുമ്പോൾ ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഒരു സബത്ത് പറഞ്ഞാൽ ശാബത്തിൻ്റെ ഇത് പറഞ്ഞാൽ ഉടനെ ദുരുപദേശം. ബട്ട് ഓണം വരുമ്പോൾ എന്താ അത് ഒരു ദുരുപദേശം ആരും ഒന്നും പറയാത്തേ? അതെനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കത് ക്രിസ്മസ്, ഈസ്റ്റർ ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, പക്ഷെ ഒരിക്കൽ പോലും മറ്റുള്ള ഒരു കാര്യങ്ങൾ ഇതേപോലുള്ള ദുരുപദേശം നമ്മുടെ ചർച്ചിൽ ഇങ്ങനെ നല്ലതായിട്ട് സഭകളിലൊക്കെ ഇങ്ങനെ വാണിരിക്കുമ്പോൾ അതൊരു ദുരുപദേശമാണെന്ന് പറയാതെ ക്രീപ്പിംഗ് തിങ്സ്. കാരണം എപ്പോഴും ഓർത്തോണം, ക്രീപ്പിംഗ് തിങ്സ് വരുന്നത് ഒരു സ്ട്രെയിറ്റ് വേ ആയിരിക്കത്തില്ല, ബാക്ക് ഡോറിൽ കൂടെ ആയിരിക്കും. എന്ന് കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിലധികം
വളർന്നു വരാത്ത ആൾക്കാർ കൂടെ ആയിരിക്കും. വിശ്വാസം അത് ഇറ്റ് കുഡ് ബി എനി ചെറുപ്പക്കാരായിരിക്കാം, പ്രായമുള്ളവരായിരിക്കാം. പക്ഷേ ഒരു 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 ഫ്രണ്ടിൽ കൂടെ ഒരിക്കലും അത് വരത്തില്ല, ഫ്രണ്ട് ഡോറിൽ കൂടെ വരത്തില്ല. കാരണം അന്നേരം അറിയാം റിജക്റ്റ് ചെയ്യണം. എപ്പോഴും ബാക്ക് ഡോറിൽ കൂടെ. നിങ്ങൾ നോക്കിക്കുക ഏതൊരു സഭയുടെയും ഒരു ഡൗൺവേർഡ്സ് നോക്കുമ്പോൾ ഓക്കെ ഒരു 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 എന്തോ ആത്മീയ എന്തോ ഇച്ചിരി അതിനെന്താ പറയുന്നത്, ആ ഒരു സ്ട്രോങ് ഹോൾഡ് ഇല്ലാത്ത, സ്ട്രോങ്നെസ്, കോൺഫിഡൻ്റ് ഇല്ലാത്ത ആൾക്കാരിൽ കൂടെ അല്ലേ അത് വരത്തുള്ളൂ. വന്നിട്ട് ഒരു റിബല്യസ്നെസ് അവിടെ ഉണ്ടാവുക, സ്പ്ലിറ്റ് ആവുക. ഇതൊക്കെയല്ലേ മിക്കവാറും സഭകളിൽ നടക്കുന്ന കാര്യങ്ങൾ. അതായത് ഇപ്പം മാലയിടുന്ന ഉപദേശമായാലും അങ്ങനെ എന്തൊരു ഉപദേശമായാലും ഇതായാലും ഇതേപോലുള്ള കുറേ കാര്യങ്ങൾ വരുമ്പം ഫ്രണ്ട് ഡോറിൽ കൂടെ ഒരിക്കലും വരത്തില്ല, ബാക്ക് ഡോറിൽ കൂടെ വരത്തുള്ളൂ, ക്രീപ്പ് ചെയ്തേ വരത്തുള്ളൂ. മനസ്സിലായോ? അത് വരും. വന്നിട്ട് ഈ ഈ ഈ എന്തോ ആത്മീയ ഇതില്ലാത്ത ആൾക്കാരിൽ കൂടെ അത് കടന്നു വരും, റെബല്യസ്നെസ് ഉണ്ടാക്കും. അത് വീട്ടിലായാലും സഭയിലായാലും എല്ലാ സ്ഥലത്തായാലും. ഇപ്പം നമ്മുടെയൊക്കെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ വീടിൻ്റെ അകത്ത് വരെ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. മനസ്സിലായി? അപ്പം ക്രീപ്പിംഗ് തിങ്സ് എപ്പോഴും ഓർത്തണം. ഇത് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ദുരുപദേശം ഇതേപോലുള്ള എത്ര എണ്ണം നമുക്ക് വരുന്നു. ലിബർട്ടേറിയനരുടെ ഉപദേശം, ഫ്രീഡം, ഐ വാണ്ട് ഫ്രീഡം എന്നുള്ള ഇത്. പിന്നെ നിക്കലാവരുടെ ഉപദേശം, കൈക്കൊള്ളൽ നിക്കലാവരുടെ ഉപദേശം, അതേപോലുള്ള പല ഉപദേശങ്ങളും ഇന്ന് നമ്മുടെ സഭകളിലും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ഉണ്ട്. മനസ്സിലായി? അതിനെ നമ്മൾ ദുരുപദേശമാണെന്ന് കണ്ട് അതിനെ മാറ്റി വയ്ക്കാതെ നമ്മളെപ്പോഴും മറ്റുള്ള കാര്യങ്ങൾ ഇതെന്തോ കുഴപ്പം പറ്റിയെന്നറിയാം. സഭയ്ക്ക് പറ്റിയ കുഴപ്പം കഴിഞ്ഞാൽ സഭ പഴയ ജൂയിഷ് ഇതിൽ നിന്ന് യഹൂദന്മാരിൽ കൂടി ഇത് വന്ന് ആ യഹൂദ എസൻസ് മൊത്തം എടുത്ത് കളഞ്ഞിട്ട് യഹൂദരെ എതിരാണെന്നും ഇതാണെന്നും പറഞ്ഞ് പഠിപ്പിച്ച് സഭയെ യഹൂദ ഇതിൽ നിന്ന് മാറ്റി. യഹൂദരാണ് ദൈവത്തെ കൊന്നെന്ന് പറഞ്ഞ്, മനസ്സിലായി? ക്രിസ്തുവിനെ കൊല്ലുന്നതിനെ കഴിഞ്ഞ് അവരിലൊരു ഇത് ചെയ്തിട്ട് ഇത് മാറ്റി എപ്പോഴും ഒരു റീപ്ലേസ്മെൻറ്റ്. ഓക്കെ, ചർച്ചസ് റീപ്ലേസ്മെൻറ്റ് ഇതാണെന്ന് പറഞ്ഞ് യഹൂദ ഇതിന് റീപ്ലേസ്മെൻ്റ് ആണെന്ന് പറഞ്ഞ് പഠിപ്പിക്കും. ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഉള്ള കുഴപ്പം എന്താ പറയുന്നത്, ഇതേപോലുള്ള ഒത്തിരിയും ദുരുപദേശങ്ങൾ നമ്മുടെ സഭയിൽ കടന്നു വരികയും ചെയ്യും. അതേപോലെ റോമാലേഖനത്തിനകത്തെ നമ്മൾ കാട്ടക്തികളായിരുന്നു നമ്മളെ നല്ല തീയോട് കൂട്ടി യോജിപ്പിച്ച് ആ ഭാഗം നമ്മൾക്ക് വിലയില്ലാതായി പോവുകയും അവിടെയുള്ള മറവി നമ്മൾ വരും. നമ്മളുടെ വേറെ തടി എന്തോ ആണെന്ന് നമ്മൾ മറന്നു പോകും. എന്നിട്ട് കാട്ടക്തി വി ആർ ജസ്റ്റ് എ ബ്രാഞ്ച് അല്ലേ, ബ്രാഞ്ച് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. എങ്ങനെയായാലും ഈ ഒരു സഭയും ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ന്യൂ ടെസ്റ്റ്മെൻറ്റ് വേർതിരിച്ച് പഠിപ്പിക്കുമ്പോഴാണ് ഇവിടുത്തെ കുഴപ്പം മുഴുവൻ ഉണ്ടാകുന്നത്. അത് രണ്ടും ഈ ഒറ്റ ടെസ്റ്റ്മെൻറ്റായിട്ട് പഠിപ്പിക്കാമെങ്കിൽ ഇതേപോലുള്ള ഒരു ദുരുപദേശങ്ങളും നമ്മുടെ അവിടെ. പിന്നെ എപ്പോഴും വീക്കായിട്ടുള്ള ആൾക്കാരായിരിക്കും ആയിരിക്കും ക്രീപ്പിംഗ് തിങ്സ് വരുന്നത്. അവർ കൂടെ റിബലിയസ് ഉണ്ട്. അടുത്ത ആണ് റിബലിയസ്നെസ് വരുന്നത്. ഓക്കെ, അടുത്ത വൈൽഡ് കാട്ടുമൃഗങ്ങൾ, മെരുങ്ങാത്ത മൃഗങ്ങൾ. മനസ്സിലായി? എത്ര കാട്ടുമൃഗത്തെ മെരുക്കിയാലും അതിൻ്റെ വൈൽഡ്നെസ് എടുത്ത് കളയാൻ പറ്റത്തില്ല. നിങ്ങൾ ശ്രമിച്ചോ, സിംഹമാണെങ്കിലും അതിനെ കൂട്ടിയിട്ടേ വളർത്തത്തുള്ളൂ. ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്ത് പോകാം, നമുക്ക് അതിനെ കറക്കാം, നമുക്കതിനെ ഫീഡ് ചെയ്യാം, ഇതെല്ലാം ചെയ്യാം. ലയനെ പോലുള്ള അങ്ങനെയൊക്കെ ഉള്ള അതിനെ നമുക്ക് അതിൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റുമോ? അതെടുത്ത് നമ്മളെ ശരിയാക്കും അല്ലേ? അപ്പം എത്ര വൈൽഡ് കാട്ടുമൃഗങ്ങളെ നമുക്ക് ഇതാക്കാൻ പറ്റത്തില്ല, റൈറ്റ്? അപ്പം ഇതേപോലെയാണ് റിബല്യസ്നെസ് വരുന്നത്. വൈൽഡ് ബീസ്, കാട്ടുമൃഗം എന്ന് കാണിച്ചാൽ മെരുങ്ങാത്തത്, റിബല്യസ് ആയിട്ടുള്ളത്. സോ ഇത് ഞാൻ ഇപ്പം എൻ്റെ മനസ്സിൽ ഒത്തിരിയും സ്ഥലത്ത് റിബല്യസ്നെസ് വരെ കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? പക്ഷേ എങ്കിലും മെയിനായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും ഓടി വരുന്ന കോരവ്,
ദാദാൻ, അബീരാം, കോരഹ്. ഇപ്പോൾ ഇതിങ്ങനെ ഞാനത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചു വന്നപ്പം ആദ്യം കുറേ ആൾക്കാർ കൂടെ നിന്നു, മനസ്സിലായി. ഏറ്റവും അവസാനം മോശ പറഞ്ഞൊക്കെ നാളെ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധി വാ, അന്നേരം നമുക്കറിയാം ആരെയാണ് നിയോഗിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞപ്പം കുറച്ച് ആൾക്കാർ അതിൽ നിന്ന് പിൻവാങ്ങി. എന്ന് വെച്ചാൽ കോരഹ് പുത്രന്മാർ പിന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് ആ കൂട്ടത്തിലില്ലായിരുന്നു. അപ്പോൾ അതേപോലെ കുറച്ച് ആൾക്കാർ മാറിപ്പോയി. എന്തുകൊണ്ട്? അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. എന്തുകൊണ്ട് ഇങ്ങനെ കുറേ ആൾക്കാർ മാറിപ്പോയി? വന്നത് ഒത്തിരിയും ആൾക്കാരാണ് വന്നത്, മനസ്സിലായി, മോശയുടെ ലീഡർഷിപ്പിനെ അഗൈൻസ്റ്റായിട്ട്. പിന്നെ വന്നപ്പം കുറച്ച് അവരുടെ ഭാര്യമാർ പറഞ്ഞു ഡോണ്ട് ഡൂസ്, അല്ല മറ്റ് സംഹാവ് അവരോട് ആരോ പറഞ്ഞു ഇത് തെറ്റാണ് നിങ്ങൾ കാണിക്കും. അവർ മാറിപ്പോയി. അന്നാ ലൈക്ക് മെയിനായിട്ട് എതിർത്ത് നിന്ന ആൾക്കാർ അവിടെ നിന്നു. അവരെ ഭൂമി വാതുറന്ന് വിഴുങ്ങിക്കളഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം റെബല്യസ്നെസ്, മനസ്സിലായി. ഇത് ഒത്തിരിയും സ്ഥലങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ഏതൻ തോട്ടത്തിൽ തൊട്ട് കൈൻ്റെയും റെബല്യസ്, അങ്ങനെ കുറേ റെബല്യസ്നെസ് ഉണ്ട്, മനസ്സിലായി. അത് മെരുക്കപ്പെടാത്തൊരവസ്ഥ. ഈ റെബല്യസ്നെസ്സിൻ്റെ ഡെഫിനിഷൻ ഞാനൊന്ന് ചുമ്മാ നോക്കിയോണ്ടേ അതിൻ്റെ അകത്ത് കണ്ടത് ആക്ഷൻ ഓഫ് റെസിസ്റ്റിംഗ് അതോറിറ്റി ഫോർ സെൽഫ് ഫ്രീഡം, മനസ്സിലായി. ഏതൊരു അതോറിറ്റിയോട് റെസിസ്റ്റ് ചെയ്യുക. ഇപ്പം ദൈവം നമുക്ക് തന്ന ഒരു കൽപ്പന, അതിനെ നമ്മളെപ്പോഴും റെസിസ്റ്റ് ചെയ്യാന്നില്ലേ. ഏതും തോട്ടത്തിൽ ഒന്ന് ഓർത്ത് നോക്കി, ആ ബലത്തിൻ്റെ ആ ട്രീയുടെ ഇത് കഴിക്കരുത്. പക്ഷേ അവരെന്തോ ചെയ്തേ? റെബല്യസ്നെസ്, മനസ്സിലായി. ദേ വാണ്ട് ടു ബി ഫ്രീഡം. എനിക്ക് ഫ്രീഡം വേണം. ഇപ്പം ഇത് ഞാൻ പഠിച്ചപ്പം ഇതിങ്ങനെ വന്നപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ അനുഭവം ഞാൻ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്ത് നോക്കി. ഇത് ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടാവുമെന്ന് നോക്കിയപ്പോൾ ഉണ്ട്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള ഒത്തിരിയും കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്, എൻ്റെ പിള്ളേരുടെ ജീവിതത്തിലുണ്ട്, കുറേ കാര്യങ്ങൾ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ റിബല്യസ്. ഞാൻ ഒരു കാര്യം ഇപ്പോഴേ പറയാം. ഞാൻ ജസ്റ്റ് ഒരു വിദ്യാർത്ഥിയാണ്. പഠിച്ച കാര്യം, എൻ്റെ മനസ്സിൽ സന്തോഷം തന്ന കാര്യം ഞാൻ വിളിച്ചു പറയുന്നതേ ഉള്ളൂ, മനസ്സിലായി. അത് ആൾക്കാർ രൂപം തരും, മനസ്സിലായി. ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകുക. അപ്പോൾ എനിക്ക് ഭൂമിയുടെ അറ്റത്തൊന്നും പോയി സാക്ഷി ചെയ്യാൻ പറ്റത്തില്ല. യൂട്യൂബിൽ കൂടെ എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് എനിക്ക് യൂട്യൂബിൽ കൂടെ ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ സറൗണ്ടിങ്സിലേ ചെയ്യാൻ പറ്റും. അത് എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്, മനസ്സിലായി. അപ്പം പക്ഷേ സീസൺഡ് വെറ്ററുണ്ട്. ഒരിക്കലും ഒരു ദേവദാസന്മാർ സീസൺഡ് 10-60 വർഷം അല്ലെ 20-30-40 വർഷമൊക്കെ ഉള്ള ഒരു ദേവദാസന്മാരുടെ 7 അയലക്കത്ത് വരാൻ എനിക്ക് പറ്റത്തില്ല, മനസ്സിലായി. അവരൊക്കെ റിയൽസ്. ഇപ്പം ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ റിസർച്ച് ചെയ്യുക, അല്ലെ ആ ദേവദാസന്മാരോട് പോയി ചോദിക്കുക, മനസ്സിലായി. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കും. അവരൊന്നും 7 അയലക്കത്ത് വരാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ഞാൻ ജസ്റ്റ് സ്റ്റഡി ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. കൂടിയാണ് ഒരു 4-5 കൊല്ലത്തെ എക്സ്പീരിയൻസേ എനിക്കിതൊട്ടും ആയിട്ടുള്ളൂ. സോ അപ്പം അറിയാവുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ബിഹേവിയറൽ ഇഷ്യൂസ് ചെയ്യുമോ, അത് ഫുഡ്, അതൊക്കെ എൻ്റെ പുതിയ അറിവായിരുന്നു. ഇത്രയും നാളും എനിക്കറിയത്തില്ലായിരുന്നു. അതേപോലെ തന്നെ ഇപ്പം ഇത് റെബല്യസ്നെസ്, ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടോയെന്ന് ഞാൻ വായിച്ചോ ഒത്തിരിയും കാര്യങ്ങൾ ഞാൻ പഠിച്ചതിൻ്റെ അകത്ത് ന്യൂ ആയിട്ടുള്ള കാര്യം. ഒന്ന്, ഈ റിബല്യസ്നെസ് നമ്മളെ ഒരാളിൽ വ്യക്തി കാണുമ്പോൾ ഓർക്കരുത് അത് അന്നേരം തുടങ്ങി. അല്ല, ചൈൽഡ്ഹുഡ് മുതലേ ആ വ്യക്തിയിൽ എന്തോ പ്രോബ്ലം ഉണ്ട്. നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ 2-4 വയസ്സ് ഉള്ളപ്പം ഒരു ചൈൽഡിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് ഏറ്റവും കൂടുതൽ പിതാവിൻ്റെയും മാതാവിൻ്റെയും സഹോദരങ്ങളുടെയും കുടുംബത്തിൻ്റെയും കെയർ കിട്ടേണ്ട സമയമാണ് അവർക്ക്, മനസ്സിലായി. ആ സമയത്ത് ഇപ്പം അപ്പനോ അമ്മയോ മരിച്ചു പോയാൽ അതവരുടെ റോങ്ങായിട്ട് ഇത് ചെയ്യും. അതേപോലെ അപ്പനോ അമ്മയോ ഇല്ലാതെ അവർ ജോലി സ്ഥലങ്ങളിലൊക്കെ പോകുന്നു, അതാണെന്നുണ്ടെങ്കിൽ അവരെ റോങ്ങായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ചെറുപ്പത്തിൽ നടക്കുന്ന ഒരു സ്കൂളിലെ ടീച്ചറാകട്ടെ പിള്ളേരാകട്ടെ എന്തെങ്കിലും അവരെ ബുള്ളി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും അവർക്ക്, അത് വീട്ടിലെവിടെയെങ്കിലും ആകട്ടെ. ഇപ്പം ഒത്തിരിയും നമ്മുടെ ചെറുപ്പത്തിൽ നടക്കുന്നതാണ് ഈ കൊച്ചു പിള്ളേരെ വേണ്ടാത്ത ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന പരിപാടി.
അതവരുടെ ജീവിതത്തിൽ റോങ് ആയിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. മനസ്സിലായി? മെലസ്റ്റ് ചെയ്യുന്ന അതേപോലെയുള്ള സെക്ഷൽ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന അതവർ റോങ് ആയിട്ട് ചെയ്യും. അതേപോലെ ഒരു ഫിയർ അവരുടെ ജീവിതത്തിൽ ഒരു പേടി വന്ന പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഏജ് എന്ന് പറയുന്നത് 12 മുതൽ 14 വരെ അവരുടെ ഈ 2 മുതൽ 4 വരെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഏജും 12 മുതൽ 14 വരെ ഉള്ളത് അവരുടെ ഹോർമോണൽ ചേഞ്ചും. ഈ സമയത്തും ഈ കെയർ അവർക്ക് നല്ലതായിട്ട് കിട്ടിയില്ലെങ്കിൽ അതേപോലെ ഈ സമയത്ത് അവർ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുന്നത്. മനസ്സിലായി? അപ്പോൾ അവരുടെ പഴയ ഫിയർ അവരുടെ ജീവിതത്തിൽ കിടക്കുന്നത് അത് എക്സ്പ്ലോർ ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടില്ലെങ്കിൽ അത് പ്രശ്നം. കാരണം നിങ്ങൾ പിള്ളേരോട് സ്കൂളിൽ വരുമ്പം സ്കൂളിൽ വിട്ട് സ്കൂളുകാർ ടേക്ക് കെയർ ചെയ്യുന്നതല്ലേ, വീട്ടിൽ വരുമ്പോൾ അവരോട് ചോദിക്കണം എന്തൊക്കെ സംഭവിച്ചു, അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഫിയർ ഉണ്ടോ എന്ന് അറിയണം. അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് അവരെ ആ ഫിയർ മാറ്റണം. മനസ്സിലായി? അൺഎക്സ്പ്ലോറായിട്ട് കിടക്കരുത്. അൺഎക്സ്പ്ലോറായിട്ട് കിടക്കുന്ന ഇതേപോലുള്ള ഇമ്പാക്റ്റാണ് പിൽക്കാലത്ത് അവരെ റിബല്യസ്നെസ്, അവർക്ക് പേടി, അവർക്ക് മനസ്സിലായി അവരൊരു പേടിയാണ്, അവർ ഒത്തിരി ഇൻസെക്യൂരിറ്റീസൊക്കെ വരും. അതേപോലെ ഈ 12 മുതൽ ഈ സമയത്താണ് ഈ മൂഡ് സ്വിങ് ചെയ്യുന്നത്. അത് ഫുഡിൽ കൂടെയും വരാം. പക്ഷേ ഈ മൂഡ് സ്വിങ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടേണ്ട പരിചരണം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഡിപ്രഷനിലോട്ട് പോകും. മനസ്സിലായി? അങ്ങനെയൊക്കെ ഒത്തിരിയും കാര്യങ്ങളുണ്ട്. ഞാനൊരു ടീച്ചറല്ല, ഞാൻ പഠിച്ച കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങളൊരു നല്ലൊരു ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ ഇതിൻ്റെ ഫുൾ വിശദ വിവരം നിങ്ങൾക്ക് കിട്ടും. അപ്പം ഈ വക കാര്യങ്ങൾ ഉണ്ട്. രണ്ടാമത്തെ കാര്യം ഫുഡ് അവരെ ശരിക്കും ചെയ്യും. ഇപ്പോൾ ഈ പറയുന്ന പോലെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു നോർമൽ പ്രോസസ്സ് നടക്കേണ്ട തടസ്സപ്പെട്ട നമ്മുടെ ബോഡി സ്ട്രഗിൾ ചെയ്ത് അകത്ത് നടക്കുന്ന സ്ട്രഗിളിങ് വെളിയിൽ കൂടെ നമ്മൾ വരും. വെളിയിൽ കൂടെ ഓഫ്റ്റൺ ആങ്കർ അങ്ങനെ പല രീതിയിലായിരിക്കും വരുന്നത്. മനസ്സിലായി? അപ്പം ഫുഡ് ചെയ്യാമോ? യെസ്, ഫുഡും ഇതൊക്കെ എത്ര കൊടുത്താലും ചില ആൾക്കാർ നല്ല സ്വസ്ഥമായിട്ട് ശാന്തതയായിട്ട് എല്ലാം ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു കാര്യം ഞാനിപ്പോഴേ പറയാം, ഫുഡ് നമ്മളെത്ര കൺട്രോൾ ചെയ്ത് നമ്മളെത്ര നല്ല പരിചരണം കൊടുത്ത് വളർത്തിയാലും വിത്തൗട്ട് ദ ഹോളി സ്പിരിറ്റ് ഒരു രക്ഷയില്ല. ഓക്കെ, അത് ഞാൻ ഒന്നാമതായിട്ട് പറയാം. വിത്തൗട്ട് ദ ഹോളി സ്പിരിറ്റ് പറ്റത്തില്ല. നമുക്ക് ഇത്രയൊക്കെ നല്ലതായിട്ട് വളർത്തിക്കൊണ്ടുവന്നാലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ലെങ്കിൽ യു കനോട്ട് ലീഡ് എ സക്സസ്ഫുൾ ക്രിസ്ത്യൻ ലൈഫ്. ഓക്കെ, അത് ഇപ്പോഴേ പറയാം. പിന്നെ ഇപ്പം ഈ ഏജിൻ്റെ കാര്യം പറയാം. ഈ 2-4 വയസ്സുള്ള സമയത്ത് പിള്ളേർക്ക് ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് കിട്ടേണ്ട കാര്യങ്ങൾ ശരിക്കും കിട്ടിയിരിക്കണം. മനസ്സിലായി? അതേപോലെ ഹോർമോൺ ചേഞ്ചസ് അടുത്ത വരുന്ന 12. ഈ ഞാൻ എപ്പോഴും യഹൂദന്മാരെ ഓർക്കുമ്പം അവരുടെ ഇത് ചെയ്യുമ്പം ഇപ്പം എൻ്റെ ആദ്യത്തെ 2 മക്കളെ ന്യൂയോർക്കിൽ മൻഹാസറ്റ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് അവർ ജനിച്ചത്. അപ്പം ഞങ്ങൾക്ക് വേറെ സ്പെഷ്യൽ ഡോക്ടറൊന്നുമില്ല, ആശുപത്രിയിൽ തരുന്ന ഒരു ഡോക്ടർ. അതൊരു യഹൂദ ഇതായിരുന്നു. അവിടെ ഒരു അപ്പച്ചൻ ഡോക്ടറുണ്ട്. അപ്പച്ചൻ ഡോക്ടർ എപ്പോഴും ഞങ്ങളുടെ പിള്ളേരെ 2 എടുത്ത് വെച്ചിട്ട് അവർ ഒത്തിരി ഹീബ്രുവിൽ ഒത്തിരി കാര്യം ചൊല്ലുവേ. അപ്പച്ചൻ എന്നോട് എൻ്റെ മോൻ്റെ സർക്കംസിഷൻ ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതൊരു വലിയൊരു വിഷമം പോലെ ആ അപ്പച്ചന് തോന്നിയത്. പക്ഷേ മനസ്സിലായി, അതിലൊന്നും വലിയ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല. പക്ഷെങ്കിൽ ഈ അപ്പച്ചൻ എപ്പോഴും എനിക്ക് ആദ്യം പേടി വന്ന് ഈ പുള്ളിക്കാൻ വല്ല മന്ത്രം വല്ല ചൊല്ലുവാന്നൊന്ന് ഒക്കെ ഉള്ള ഇത് ഞാൻ ഈ സെർച്ച് ചെയ്ത് നോക്കിയപ്പം എനിക്ക് ഒരു കാര്യം പിടികിട്ടിയത് അവരുടെ യഹൂദന്മാർ എന്ന് ഞാൻ നമ്മുടെ മോശയുടെ എക്സാമ്പിൾ ബെസ്റ്റ് എടുക്കാം. ഭർവൻ്റെ മോളുടെ കൈ കിട്ടി, അതിന് മിരിയാം വന്ന് പറഞ്ഞു അമ്മയുടെ കൈ കൊടുത്തു. അമ്മ ആ സമയം മുതൽ ഈ ബാലകനെ പഠിപ്പിച്ചെന്തോ അവരുടെ യഹൂദ കൾച്ചർ. 8-ാം ദിവസം പരിച്ഛേദന കഴിച്ചു കഴിഞ്ഞ് അന്ന് മുതൽ അവർ കേൾക്കുന്നോ ഇല്ലയോ അവരുടെ മനസ്സിൽ ഇങ്ങനെ ഓരോ
ബൈബിൾ വേഴ്സസ് ഇങ്ങനെ കാണാപ്പാടം പഠിച്ച് അവരെ ചൊല്ലി അവരുടെ പ്രാർത്ഥനകൾ ഇത് പഠിപ്പിക്കും. 2 തൊട്ട് 4 വയസ്സാകുന്നുണ്ടേ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ആ ഏജ് വരുന്നുണ്ടേ ഇവരെ വീട്ടിൽ അമ്മമാരായിരിക്കും ഓഫ്റ്റൺ പഠിപ്പിക്കുന്നത്. അമ്മമാരുടെ ജോലിയാണ് അത് ലൈക്ക് അമ്മ അങ്ങനെ ഒരു ഇതിൽ പോകരുത്. ഓക്കെ, ഈ കൾച്ചറിന് ഞാൻ പറയാം അമ്മമാരാണ് പഠിപ്പിച്ച് വരുന്നത്. അത് കഴിഞ്ഞ് 4-ാം വയസ്സ് ആ സമയത്ത് അവരെ സ്കൂളിൽ പറഞ്ഞു വിടും, മനസ്സിലായി. അത് കഴിഞ്ഞ് 12-14 ഇടയ്ക്കാണ് അവരുടെ ബാർ മിത്സ്വ. ഇത് പഠിക്കുമ്പോൾ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. ബർഷേബയുടെ പേരെന്തോ? ഊര്യാവിൻ്റെ ഭാര്യയായ ദാവീദിൻ്റെ പിൽക്കാലത്തെ ഭാര്യയായ ബത്ശേബയുടെ പേരെന്തോ? ബർഷേബയല്ല, ബത്ശേബയുടെ പേരെന്തോ? നിങ്ങൾക്കറിയാം ബത്ശേബ എന്ന് പറഞ്ഞൊരു സിൻഡ്രോം തന്നെ ഉണ്ട്, മനസ്സിലായി. നിങ്ങൾ സെർച്ച് ചെയ്താൽ അറിയാം. അപ്പം ബത്ശേബയുടെ പേരെന്ന് കഴിഞ്ഞാൽ ബാറ്റ് എന്ന് പറയുന്നത് ഹീബ്രു പഠിച്ച ബാറ്റ് ഷേബ. ബാറ്റ് എന്ന് പറഞ്ഞാൽ ഡോട്ടർ. ഇപ്പം ബാറ്റ് മിത്സ്വ എന്ന് പറയുന്നത് ബാറ്റ് BAT എടുത്തുള്ളൂ. ഇംഗ്ലീഷ് വരുമ്പോൾ BATH വരും, ഹീബ്രുവിൽ BATA മാത്രമേ ഉള്ളൂ. ബാറ്റ് മിത്സ്വ എന്ന് പറയുന്നത് ഡോട്ടർ ഓഫ് കമാൻഡ്മെൻറ്റ്. മിത്സ്വ എന്ന് വെച്ചാൽ കമാൻഡ്മെൻറ്റ്. ബാറ്റ് മിത്സ്വ ഡോട്ടർ ഓഫ് കമാൻഡ്മെൻറ്റ് എന്ന് പറയുന്ന പോലെ ബാറ്റ് ഷേബ എന്ന് പറഞ്ഞാൽ ഷേബയുടെ മോൾ, മനസ്സിലായി എന്നേ ഉള്ളൂ അർത്ഥം, മനസ്സിലായി. പക്ഷേ ആ പുള്ളിക്കത്തിൻ്റെ പേരെന്തുവാ നമുക്കറിയാം. ഇപ്പം കോരപുത്രന്മാർ പേരെന്തുവാ? പുത്രന്മാരുടെ പേരെന്ന് പിതാവിൻ്റെ പേരിൽ പറഞ്ഞേക്കുന്നത് എന്ന് പറയുന്ന പോലുള്ള ഇത്. അപ്പം എനിക്ക് കണ്ടു എൻ്റെ ഇത് ഫോക്കസിന് തെറ്റിപ്പോയി. ഓക്കെ, ബാർ മിത്സ്വ ആ സമയത്ത് അവരുടെ ഹോർമോൺ ചേഞ്ചസ് വരുന്ന സമയത്ത് അവർക്ക് ബാർ മിത്സ്വ നടത്തിയിട്ട് പിന്നെ അവരെ ഒന്നെങ്കിൽ ആ സമയത്ത് അത് കഴിഞ്ഞ് അവർക്ക് കല്യാണം കഴിക്കാം. മേരിയുടെയൊക്കെ മേരിയുടെ സമയത്ത് മേരിക്ക് എങ്ങാണ്ട് ആ സമയത്ത് തന്നെ 14 വയസ്സ് 14, 15, 16 വയസ്സ് ആ ഏറിയ സമയത്താണ് ജോസഫ് കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നത്, മനസ്സിലായോ? അപ്പം അത് ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, കണ്ടിന്യൂസ് ആയിട്ട് പ്രീസ്റ്റലി ഉള്ള ആൾക്കാർ മറ്റേ രീതിയിൽ പഠിക്കാൻ പോകും, മനസ്സിലായോ? ആ സമയത്താണ്. അപ്പോൾ യഹൂദന്മാർ ആ കറക്റ്റ് പോയിന്റിലാണ്, 2 കറക്റ്റ് പോയിന്റിലാണ് അവർ നടത്തിയത്. 8-ാം ദിവസം തൊട്ട് ഇങ്ങനെയുള്ള 8-ാം ദിവസം പരിച്ഛേദന നടത്തി. വിശ്വാസമില്ലാത്ത പരിച്ഛേദനമാണെങ്കിലും പക്ഷേ അബ്രാമിനോട് പറഞ്ഞ് നിങ്ങൾ വിശ്വാസത്തോടെ, അബ്രാമിൻ്റെ വിശ്വാസത്തിൻ്റെ അനന്തരഫലമാണ് പരിച്ഛേദന നടത്തിയത്. പക്ഷേ ഇവിടെ പിള്ളേർക്ക് 8-ാം ദിവസം തന്നെ പരിച്ഛേദന, അവർ വിശ്വസിച്ചിട്ടില്ല. പക്ഷേ പിൽക്കാലത്ത് അവരെ ഇതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ആ കറക്റ്റ് യഹൂദന്മാരെ കറക്റ്റ് 2 സമയത്തും ആ പിള്ളേരുടെ ആ ടേണിംഗ് പോയിൻ്റ് സമയത്ത് അവർ നല്ല ശരിക്കും കെയർ കൊടുക്കും. ഈ കെയർ നമുക്ക് കൊടുക്കണം. ഞാൻ പറയട്ടെ, നമ്മളെത്ര പൈസ ഉണ്ടാക്കിയാലും, നമ്മളെത്ര വീട് വാങ്ങിച്ചാലും, നമ്മളെത്ര കാർ വാങ്ങിച്ചാലും ഒരു റൂമിലല്ലേ നമ്മൾ കിടക്കത്തുള്ളൂ, ഒരു കാറിൽ ഒരു സ്ഥലത്ത് ഒരു ഡ്രൈവിംഗ് സീറ്റിലല്ലേ ഇരിക്കത്തുള്ളൂ. ഇതിൻ്റെ പുറകെ പോയി നമ്മുടെ പിള്ളേരെ നെഗ്ലക്റ്റ് ചെയ്തു. അവർക്ക് കൊടുക്കേണ്ട കെയർ പൈസ നമുക്ക് പിന്നെ എപ്പോഴും വരും. നമ്മുടെ ഈഗോയും അതൊന്നും അല്ല നമ്മുടെ വേണ്ടിയത്. നമ്മുടെ പിള്ളേരെ കൊടുക്കേണ്ട ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയും. പൈസയൊക്കെ പിന്നെ ഒപ്പിക്കാം, വലിയ വീടുകളൊക്കെ നമുക്ക് പിന്നെ വാങ്ങിക്കാം. ഇപ്പോൾ ഉള്ള വീട് പിള്ളേർ വളർന്നു വരട്ടെ, നിങ്ങൾ അവർക്ക് വേണ്ടി സമയം അവരുടെ കൂടെ ഒരുമിച്ച് നിന്ന് കഴിക്കാൻ ശ്രമിക്കണം, പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം, അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ഉള്ള സമയം കിടക്കണം. ഈ സാന്റാക്ലോസിൻ്റെ തൊട്ട് വല്ലപ്പോഴും ഒക്കെ ജോലി കഴിഞ്ഞിട്ട് വൈകിട്ട് പിള്ളേരെ കൊണ്ട് നോ നിങ്ങളെ കൊണ്ട് എത്ര കഴിയാമോ അത്രയും ചെയ്യണം, മനസ്സിലായി. പൈസയൊക്കെ നമുക്ക് പിന്നൊപ്പിക്കാം. കുറേ സോഷ്യൽ സ്റ്റാറ്റസ് കിട്ടി നിങ്ങളുടെ പിള്ളേർ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർ തന്നെ നാളെ നിങ്ങളുടെ പിള്ളേരെ പറ്റി കുറ്റം പറയും, അല്ലേ? ശരിയല്ലേ? അപ്പോൾ സ്പെൻഡ് യുവർ ടൈം വിത്ത് യുവർ കിഡ്സ്. അവരുടെ എല്ലാ ഗ്രോത്തും ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അവർ നമ്മളെ വിട്ടുപോകും, പിന്നെ അവരെ പിടിച്ചാൽ കിട്ടത്തില്ല. സോ അന്നേരം നമുക്ക് പൈസ ഒപ്പിക്കാം. അന്നേരം നമ്മൾ ഓവർ ടൈം, ഡബിൾ ഓവർ ടൈം, ട്രിപ്പിൾ ഓവർ ടൈം എന്ത് ചെയ്ത് എങ്ങനെ വേണം അന്നേരം നമുക്ക് വലിയ വീടും ലക്ഷറി കാർസും ഒക്കെ വാങ്ങിക്കാം. ഈ സമയത്ത് പിള്ളേരോട് സ്പെൻഡ് ചെയ്യും, പിള്ളേർക്ക് വേണ്ടത് കെയറും ഇതുമെല്ലാം കൊടുക്കുക.
കൊച്ചു ജോലിയായെങ്കിൽ എങ്ങനെങ്കിലും ഒരു പാർട്ട് ടൈം ആണെങ്കിലും കുഴപ്പമില്ല, വാടക വീട്ടിലാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ അല്ല കൊച്ചു വീടായാലും മതി, നിങ്ങൾ അവർക്ക് കെയർ കൊടുക്കുക. 2-4 ഏജിനോ വയസ്സ്, പിന്നെ ഉള്ളത് 12-14 ഈ വയസ്സ് നിങ്ങൾ അവർക്ക് അത്യാവശ്യമായിട്ട് കെയർ കൊടുത്തിരിക്കണം. ഓക്കെ, അത് അല്ലെങ്കിൽ നിങ്ങൾ നിഗ്ലക്റ്റ് ചെയ്താൽ ഇവരിലുള്ള ഈ കംഫർട്ട്, നിങ്ങൾ കൊടുക്കേണ്ട കെയർ കിട്ടാതെ വരുമ്പോൾ അവർ ഓഫ്റ്റൻ ടൈം എവിടെയാണെന്ന് പറയുക, സ്കൂളിലുള്ള ഒരു പെണ്ണുങ്ങളെ ആയിരിക്കും അവർ ആ സ്നേഹം കണ്ടെത്തുന്നത്. മനസ്സിലായി? ചിലപ്പം ആണിലായിരിക്കും, മനസ്സിലായി, അല്ലെ പെണ്ണിലായിരിക്കും, അല്ലെങ്കിൽ അവർ വീഡിയോ ഗെയിമിലായിരിക്കും, അല്ലെ അവർ ലൈക്ക് ടാബ്ലറ്റ്, ഐഫോൺ ഇതുള്ള അതുപോലെ കഴിയും. ചിലപ്പോൾ അവർ ഡ്രഗ്സിലായിരിക്കും അവർ ആശ്വാസം കണ്ടെത്തുന്നത്. അവരിലുള്ള ഫിയർ, അവരിലുള്ള ഇൻസെക്യൂരിറ്റീസ്, അവർക്ക് എക്സ്പ്ലോർ ചെയ്ത് കൊടുക്കാത്ത ഇത് നമ്മൾ ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് അവരിലുള്ള ഇൻസെക്യൂരിറ്റീസ്, അവർ ഓഫ്റ്റൻ നമ്മൾ കൊടുക്കാത്ത സ്നേഹം അവർ കിട്ടാതെ വരുമ്പോൾ അവർ ഈ വക കാര്യങ്ങളായിരിക്കും സ്നേഹിക്കും. പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ആരുടെ കുഴപ്പം? നമ്മുടെയല്ലേ, മാതാപിതാക്കന്മാരെ നമ്മുടെയല്ലേ, പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്. പിന്നെ ഇതൊക്കെ എത്ര നല്ലതായിട്ട് വളർത്തിയാലും പിന്നെ എൻ്റെ ഇത് പറയുന്നത് ഇതാണോ. ഇപ്പം ഈ വക കുഴപ്പങ്ങളുണ്ടെന്നിരിക്കട്ടെ, ഈ വക കുഴപ്പങ്ങളിട്ടുണ്ട്. ഇഫ് ദ ഹോളി സ്പിരിറ്റിൻ്റെ പവർ വന്നാൽ ഈ ഫിയർ എല്ലാം മാറും. വൺസ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് വന്നു കഴിഞ്ഞാൽ ദേ ആർ ടോട്ടലി ഡിഫറെൻറ്റ്. ആ പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം, ഇപ്പം ഇത് വരും, പരിശുദ്ധാത്മാവിനുള്ള സ്നാനം വരുമ്പോൾ ഒത്തിരി ഡിഫറെൻറ്റ് ഇതുണ്ട്. ഇപ്പം എനിക്കതിനെപ്പറ്റി കുറച്ചൊക്കെ ബേസിക് അറിവുള്ളൂ, വലിയ അറിവുകളില്ല. ഞാൻ ഹോളി സ്പിരിറ്റും ജലത്താലുള്ള സ്നാനം ചിലപ്പോൾ രണ്ടായിട്ട് കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഉള്ള സമയത്ത് വീണ്ടുജനനം പ്രാപിക്കുന്ന സമയത്ത് തന്നെ ഹോളി സ്പിരിറ്റിനെ സ്നാനം കഴിക്കുന്ന ആൾക്കാരെ ഞാൻ ഹോളി സ്പിരിറ്റ് സ്നാനം കഴിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പിന്നെ അവർ ജലത്തിൽ സാക്ഷിക്കുന്ന കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? അന്ന് കുളിക്കടവിലോട്ട് സ്നാനക്കടവിലോട്ട് പോകുമ്പം ഹോളി സ്പിരിറ്റിനാൽ സ്നാനം കഴിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പിന്നെ കയറി വരുമ്പോഴും സ്നാനം എന്നാൽ ഈ സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ജനിക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിനുള്ള സ്നാനം നടക്കുന്നതും കണ്ടിട്ടുണ്ട്. ഇനി വെള്ളത്താലും പരിശുദ്ധാത്മാവിനുള്ള സ്നാനം ഇസ് എ മസ്റ്റ്. പക്ഷേ അതിനു മുമ്പേ ഒരു വീണ്ടും ജനത്തിൻ്റെ അനുഭവം ഇത് മസ്റ്റായിട്ട് നടന്നില്ലെങ്കിൽ യു കനോട്ട് ലീവ് എ ക്രിസ്ത്യൻ ലൈഫ്. ഓക്കെ, ഇതേപോലുള്ള സ്നാനം, ഇതേപോലുള്ള ഒരു വീണ്ടും ജന അനുഭവം എങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ച് ഞാൻ വലുതായിട്ടൊന്നും പറഞ്ഞു തരാറില്ലെങ്കിൽ എൻ്റെ അറിവ് പറഞ്ഞുതരാം. സോളിൻ്റെ ഞാനിങ്ങനെ പഠിച്ച് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇതിൻ്റെ ഇത് ചെയ്ത് വന്നപ്പം ആ ബുക്കിൻ്റെ അകത്തു നിന്നൊക്കെ ഇങ്ങനെ നോക്കി വന്നപ്പം സോളിൻ്റെ അകത്താണ് സ്പിരിറ്റിൽ വസിക്കുന്നതെന്നാണ് പറയുന്നത്. ബാഡിക്കകത്ത സോളിൻ്റെ അകത്ത് സ്പിരിറ്റ് താമസം. അപ്പം ഡൈക്കാട്ടമിയാണെന്നോ ട്രൈക്കാട്ടമിയാണോ? എനിക്കുള്ള ഒരു ഹീബ്രു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ അകത്ത് ഇതിൻ്റെ പേര് നല്ല ഹെൽത്തി ആർഗ്യുമെൻ്റ് കാണുന്നു. ഒരു പക്ഷക്കാർ പറഞ്ഞ് ട്രൈക്കോട്ടമിയാന്ന് പറഞ്ഞു, മറ്റേ ആൾക്കാർ പറഞ്ഞ് ഡൈക്കോട്ടമിയാന്ന് പറഞ്ഞു. മനസ്സിലായി? ഞാൻ ഒന്ന് ബാഡിയും സോളും ഉള്ളെന്ന് പറയുന്നു, സ്പിരിറ്റ് ഇല്ലെന്ന് പറയുന്നു. സ്പിരിറ്റ് ഇല്ലെന്നല്ല, സ്പിരിറ്റ് അതിൻ്റെ അകത്ത് സോളിൻ്റെ അകത്ത് വസിക്കുന്നതുകൊണ്ട് സ്പിരിറ്റ് ഒരു സെപ്പറേറ്റ് ബീയിങ് അല്ല എന്ന് പറയുന്നു. എന്നാൽ വേറെ ആൾക്കാർ പറഞ്ഞു ഇത് മൂന്നും സെപ്പറേറ്റ് ബീയിങ്ങാന്ന് പറയുന്നു. ഇത് എവിടെ വസിക്കുന്നതെന്ന് നമ്മുടെ ബ്രെയിനോ അങ്ങനെയൊന്നുമില്ല, നമ്മുടെ ഹോൾ ഇന്നർ ബീയിങ്. ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തല മുതൽ അടി വരെ. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ പറഞ്ഞതനുസരിച്ച് നമ്മൾ ഒരു കപ്പിനകത്തോട്ട് വെള്ളം ഒഴിച്ച് അത് നിറഞ്ഞ് കവിയുന്ന അനുഭവം, എന്നുവെച്ചാൽ അപ് ടു ദ ബാഡി ഓവർഫ്ലോ ചെയ്യുന്ന അനുഭവം. ഈ ഓവർഫ്ലോ ചെയ്യുന്ന മറ്റുള്ള ആളിലും മനസ്സിലായി എത്തിക്കണം. അപ്പം ഓവർഫ്ലോ ചെയ്യുന്നൊരു അനുഭവം. അപ്പം ഈ ഹോളി സ്പിരിറ്റ് ട്രൈക്കാട്ടമി എന്ന് പറഞ്ഞാൽ ആർഗ്യുമെൻറ്റ് നമുക്ക്, പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ട്രൈക്കാട്ടമിയാണ്. 3 ഡിഫറെൻറ്റ് ബീയിങ്. നമ്മുടെ ബാഡി, ആ ബാഡിയെ ജീവൻ തരുന്നത് സോൾ, ആ സോൾ കൂടെ നമ്മുടെ ദൈവത്തിൻ്റെ ശ്വാസം ഊതി നെഫേഷ് വന്ന് ഒരു ഇത്, അത്
രക്ഷിക്കപ്പെടാത്തത് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യനും ഹോളി സ്പിരിറ്റ് ഉണ്ട്. മനസ്സിലായി? ഈ 3 ബീയിങ്ങും ഉണ്ട്. പക്ഷെ ചില ആൾക്കാരിൽ മരിച്ചു കിടക്കുക, അത് ഉണർത്തിച്ചിട്ടില്ല. മനസ്സിലായി? ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണ്? വീണ്ടും ജനിക്കപ്പെടാത്തത് കൊണ്ട്. മനസ്സിലായി? അപ്പം അങ്ങനത്തെ രീതിയെ ഞാൻ പഠിച്ചു വന്നിരിക്കുന്നത്. മനസ്സിലായി? പക്ഷേ ചില ആൾക്കാർ പറയുന്നത് ഇത്, പക്ഷേ ഈ സോളിനകത്ത് ഹോളി സ്പിരിറ്റ് ഉണ്ടെങ്കിലും വേറെ അനദർ ആളുകൾ ഈഗോ എന്നാണ് പറയുന്നത്. ഈഗോസ്റ്റിക് മുമ്പ് പറഞ്ഞപ്പോൾ ഈഗോസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഈഗോ എന്ന് പറയുമ്പോൾ വേറെ ഡിഫറെൻറ്റ് മീനിങ്ങാണ്. അവരൊരു ഈഗോ ഉണ്ട്. നോ അതല്ല. നമ്മുടെ ജീവിതത്തിലെ ഫ്ലഷ്, ഞാൻ വിശ്വസിക്കുന്നത് ഫ്ലഷ് എന്ന് പറയുന്നതാണ് ഈഗോ. എൻ്റെ ബലമായ മേ ബി ഐ എം റോങ്, ഐ ഡോണ്ട് നോ. മനസ്സിലായി? മേ ബി ഞാൻ വിശ്വസിക്കുന്നത് ഈ ഈഗോ എന്ന് പറയുന്നത്. പക്ഷേ ഹെൽത്തി ഈഗോ ലാസ്റ്റ് ആഴ്ച പറഞ്ഞു വേണമെന്ന്. പക്ഷെങ്കിൽ അവിടെ എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മൾ ഒത്തിരി ഇപ്പം ഡാനിയലിനെയൊക്കെ പഠിച്ചപ്പം ഹീബ്രു ദൈവവചനത്തിന് വേണ്ടി ഷണ്ണന്മാരായിട്ടുള്ളവരും, ഷണ്ണന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജനിച്ച ഷണ്ണന്മാരല്ല, അവർ ഷണ്ണന്മാരായി തീർന്നപ്പെട്ടു. മനസ്സിലായി? ഡാനിയൽ വാസ് എ ബെസ്റ്റ് എക്സാമ്പിൾ. അവരെ എടുത്തുകൊണ്ട് കൊണ്ടുപോയി രാജാവിൻ്റെ സ്ഥലത്താണെങ്കിലും ഒരു വ്യക്തിയാണെങ്കിലും അവരെ കാസ്ട്രേറ്റ് ചെയ്തു. മനസ്സിലായി? കാരണം ദാവീദിൻ്റെ ഈ രാജാവിൻ്റെ സ്ഥലത്ത് വാഴുന്ന കൂടെയുള്ള ആൾക്കാരെ അവർ കാസ്ട്രേറ്റ് ചെയ്യും. കാരണം രാജ്ഞിയായിട്ട് സെക്ഷൽ കാര്യത്തിലൊന്നും ഏർപ്പെടാതിരിക്കാൻ വേണ്ടി അവർ ഷണ്ണന്മാരല്ല, പക്ഷെ അവരെ ഷണ്ണന്മാർ ആക്കി കാസ്ട്രേറ്റ് ചെയ്തു. മനസ്സിലായി? ഞാൻ പഠിച്ചിടത്തോളം കേട്ടത്തോളം ഡാനിയൽ വാസ് സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പം നമ്മുടെ ഹീബ്രു വരുമ്പം ന്യൂ ടെസ്റ്റ്മെൻറ്റിലെ ലേഖനമായ ഹീബ്രു വരുമ്പം അവർ ദൈവത്തിന് വേണ്ടി ഷണ്ണന്മാരാക്കി. മനസ്സിലായി? അപ്പം അങ്ങനെ ആയവരുമുണ്ട്. കാരണം നമ്മുടെ വ്യക്തിത്വം നമ്മൾ കളഞ്ഞു, ഫുൾ ഹോളി സ്പിരിറ്റിനാൽ നിറഞ്ഞ്, ഫുൾ ഹോളി സ്പിരിറ്റിന് കൺട്രോൾ കൊടുക്കുന്നത്. ഇത് മസ്റ്റായിട്ട് നടന്നിരിക്കണം. അത് ഒരു ദൈവ പൈതലാണെന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റായിട്ട് നടന്നിരിക്കണം. ഇത് നടന്നില്ലെങ്കിൽ റിബല്യസ്നെസ്സാണ് ഉറപ്പായിട്ടും ഉണ്ടാകും. മെരുക്കപ്പെടുന്ന ഡൊമസ്റ്റിക്കേറ്റഡ്, നമ്മൾ മുമ്പ് പഠിച്ച് ബഹീമ, ആ മെരുക്കപ്പെടുന്ന ഒരു അനുഭവത്തിൽ നമ്മളായിരിക്കണം. മനസ്സിലായി? ഇത് മെരുക്കപ്പെടുന്ന അനുഭവത്തിലായാലും റിബല്യസ്നെസ് ആയാലും എന്തു ആയാലും വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ഹോളി സ്പിരിറ്റ് ഇല്ലെങ്കിൽ, ഹോളി സ്പിരിറ്റിൻ്റെ ഹെൽപ്പ് ഇല്ലെങ്കിൽ, മനസ്സിലായി? ഈ ഹോളി സ്പിരിറ്റിൻ്റെ ഹെൽപ്പിനാൽ നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ടില്ലെങ്കിൽ ഈ പറയുന്നതെല്ലാം നിങ്ങൾ എത്ര നല്ലതായിട്ട് വളർത്തിയാലും അതായിപ്പോൾ പ്രയോജനമില്ലാതായിപ്പോൾ, എത്ര അഴുക്കായിട്ട് വളർന്നു വന്നിട്ടും ഇതില്ലെങ്കിൽ, ഒത്തിരി അഴുക്കായിട്ട് വളർന്നു വന്നിട്ടും നല്ലവരാണെന്ന് കണ്ടിട്ടുണ്ട്. ഒത്തിരി നല്ലതായിട്ട് വളർത്തി വന്നവരും നല്ലതാണെന്നും അഴുക്കാണെന്നും ഇതെല്ലാം കണ്ടിട്ടുണ്ട്. ബട്ട് ഒരാൾക്ക് മാത്രമേ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആസ് എ ഹോളി സ്പിരിറ്റ്. മനസ്സിലായി? ആ ഹോളി സ്പിരിറ്റ് നമ്മളെ സോളിനെ കൺട്രോൾ ചെയ്യണം. നമ്മുടെ ഈഗോ ആയിരിക്കില്ലേ? മനസ്സിലായി? പക്ഷേ എല്ലാ വ്യക്തിയിലും ഒരു ഐഡൻറ്റിറ്റി, ഈ 2 മുതൽ 4 വയസ്സ് വരെ ഉള്ള ആളുകളിൽ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടായ ഭയങ്കര പ്രശ്നമായി തരും. നിങ്ങളിപ്പം കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു ന്യൂസ് വായിച്ചതെന്ന് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ, ഈ 2-4 വയസ്സുള്ള ആൾക്കാർ ട്രാൻസ്ജെൻഡർ, അവരുടെ പേരൻസ് അവരെ ട്രാൻസ്ജെൻഡറിന് ഫോഴ്സ് ചെയ്ത് വിധേയപ്പെടുത്തുന്നതെന്നൊക്കെ അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ദാറ്റ്സ് എ പ്രൈം ഏജ് ഫോർ കിഡ്സ് ടു ബ്രെയിൻ ഡെവലപ്പ് ചെയ്യേണ്ടത്. ആ സമയത്ത് അവരെ ഇതാക്കുന്നത്, ദാറ്റ്സ് എ ടെറബിൾ. അയ്യോ, പേടിച്ചു പോയി അതൊക്കെ കേട്ടപ്പം, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ കേട്ടപ്പം. മനസ്സിലായി? അപ്പം വിത്തൗട്ട് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ സഭകളിലും വ്യക്തിത്വങ്ങളിലും വീടുകളിലും എല്ലാം ഉണ്ടായേ പറ്റത്തുള്ളൂ. മനസ്സിലായി? നമ്മുടെ ഓരോ സമയത്തും ഇന്ന സമയം എന്നല്ല, എപ്പോഴും ഹോളി സ്പിരിറ്റിൻ്റെ നിറവിനാൽ നിറഞ്ഞ് നമ്മൾ ആയില്ലെങ്കിൽ നമ്മുടെ ജീവിതം റെബല്യസ്നെസ് ആയിപ്പോകുള്ളൂ. അല്ലെങ്കിൽ ഈ ഹോളി സ്പിരിറ്റിൻ്റെ നിറവില്ലെങ്കിൽ ഇതേപോലെ ക്രീപ്പിംഗ് തിങ്സ് വരും, ദുരുപദേശം കഴിഞ്ഞ് വരും. അതേപോലെ ക്രൗളിങ് തിങ്സ്, ദുരുപദേശം, ക്രീപ്പിംഗ് തിങ്സ്, പാപം നമ്മുടെ ജീവിതത്തിൽ വരും. അതേപോലെ നമ്മുടെ നാക്കിനെ ചിന്തയെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആയി വരും.
ബേർഡ്സ് വന്ന് നമ്മുടെ ജീവിതത്തിലെ നല്ലതെല്ലാം എടുത്തുകൊണ്ട് പോകും. വി മസ്റ്റ് ഹാവ് ടു ഹാവ്, മനസ്സിലായോ? അതിന് എന്ത് വില കൊടുത്താലും, ഐ ഡോണ്ട് കെയർ, ഇത് സബർബോർഡായാലും വീട്ടിലെ ആയാലും, നിങ്ങൾ പൈസയൊക്കെ നമുക്ക് പിന്നൊപ്പിക്കാം. നമ്മുടെ പൈതങ്ങളാണ് നമുക്ക് ഏറ്റവും വലുത്. അവരെ നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ദാറ്റ്സ് നോ പോയിൻറ്റ്. അതേപോലെ സഭകളായാലും നമുക്ക് വേറെ എത്ര പ്രോഗ്രാം ഉണ്ടെങ്കിലും നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ ഇപ്പം ഇതിൻ്റെ അകത്ത് വായിച്ചെന്താ, നിങ്ങൾ ഡോമിനേറ്റ് ചെയ്യും. അത് ഞാൻ ഇംഗ്ലീഷ് വായിച്ചപ്പോഴും നിങ്ങൾ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാവുക. അത് പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ അടക്കി വാഴുക. മനസ്സിലായി? നമ്മൾ ഡോമിനേറ്റ് ചെയ്യേണ്ട ഒത്തിരിയും കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളുടെ കയ്യിൽ ഏൽപ്പിച്ച ഭൂമിയെ നമ്മളിപ്പം നശിപ്പിച്ചുകൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ എന്ന് പറയുന്ന പോലെ, പക്ഷേ അതേപോലെ നമ്മൾ കയ്യിലേൽപ്പിച്ച ഒരു ടാലൻ്റാണ് നമ്മുടെ പിള്ളേർ. അത് നശിപ്പിച്ച് കളയില്ല. നമ്മളെ കയ്യിലേൽപ്പിച്ച ഓരോ ടാലൻറ്റുകളും നശിപ്പിച്ചാൽ നമ്മൾ ഡോമിനേറ്റ് ചെയ്യണം. പക്ഷേ ആ ഡോമിനേറ്റ് ചെയ്യേണ്ട കുറവുകൾ നമ്മൾ അപ്പുറവും ഇപ്പുറവും ഒക്കെ നോക്കി നിന്ന് ലൈക്ക് പൈസയുടെ അങ്ങനെയുള്ള ഓരോ കാര്യത്തിന് പുറകെ പോകാതെ, മനസ്സിലായി? നമ്മുടെ പിള്ളേരെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. ഓക്കെ. അതേപോലെ സോളിൻ്റെ അകത്തെ കാര്യം, ഈഗോ, മനസ്സിലായി? ഈഗോ എന്ന് പറയുമ്പം ഈഗോസ്റ്റിക്ക് ചിന്തിക്കില്ലേ? ഈഗോ മാറ്റി നമുക്ക് സെൽഫ് ഐഡൻറ്റിറ്റി വേണം. നമ്മളാരാന്നും എവിടെയാണെന്നും ഇതുള്ള എല്ലാം ഒരു ഇത് വേണം, ഒരു വ്യക്തത നമുക്ക് വേണം. പക്ഷെ എന്നാൽ ഈഗോ, എനിക്ക് ഹെൽത്തി ഈഗോ വേണമെന്ന് ഞാൻ പറയുന്നെങ്കിൽ അറ്റ് ദ സെയിം ടൈം ഈഗോ ഒട്ടും വേണ്ടതാണ് ഇപ്പം ഞാൻ പറയുന്നത്. പക്ഷേ കൂടുതലും നമ്മൾ ഹോളി സ്പിരിറ്റിനെ വിധേയപ്പെടുത്തി നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം. ഓക്കെ. ക്രോളിങ് തിങ്സ്, ഒരു ഉപദേശം കയറി വരുന്നത് വീക്കായിട്ടുള്ള ആൾക്കാർ. എപ്പോഴും എനിമി അറ്റാക്ക് ചെയ്യുന്നത് പുറയിൽ നിന്നായിരിക്കും. മുന്നിൽ നിന്ന് നമ്മൾക്ക് അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് അടിച്ചു വിടാം. പക്ഷേ എനിമി എപ്പോഴും വരുന്ന പുറകിൽ കൂടെ ആയിരിക്കും. മനസ്സിലായി? അതുകൊണ്ട് സൂക്ഷിച്ചോണം. ഓക്കെ. അപ്പം ഇന്ന് നമ്മൾ പഠിച്ചത് ബെഹിമയെ പറ്റി പഠിച്ചു. അത് ഡൊമസ്റ്റിക്കേറ്റഡ്, വിധേയപ്പെടുത്തി കൊടുക്കുക. വിധേയപ്പെടുത്തിയാലും വി നീഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ക്രീപ്പിംഗ് തിങ്സ്, വിതൗട്ട് ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ് ക്രീപ്പിംഗ് തിങ്സ് ആൻഡ് ക്രൗളിംഗ് തിങ്സ് വരും. ആക്ച്വലി ചില ട്രാൻസ്ലേഷനിൽ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ക്രൗളിംഗ് തിങ്സും ഈ ആഴ്ചയായിരുന്നു ക്രീപ്പിംഗ് തിങ്സും. എന്നാൽ ചില ട്രാൻസ്ലേഷനിൽ ഈ ആഴ്ച ക്രൗളിംഗ് തിങ്ങും. ഇപ്പം ഞാൻ വായിച്ചതിൻ്റെ അകത്ത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ക്രീപ്പിംഗ് തിങ്സ് വന്നത്, ക്രൗളിംഗ് തിങ്സ് ഈ ആഴ്ചയും. പക്ഷേ ഞാൻ വേറെ എണ്ണത്തിനകത്ത് നോക്കുമ്പോൾ അത് തിരിച്ചാവുന്നത്, മനസ്സിലായി? പക്ഷേ എങ്കിലും ക്രീപ്പിംഗ് തിങ്സും ഇങ്ങനത്തെ ഒന്നും വരില്ല. വി നീഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതിനുവേണ്ടി കാത്തിരിക്കാം. നമുക്ക് കാത്തിരിപ്പ് യോഗം, അതേപോലെ എന്തും നമുക്ക് ചെയ്യാം. ഓക്കെ. ഇത് ചെയ്യാം. പിന്നെ ഫ്രീ ബർത്ത് മസ്റ്റ് ഹാവ് ടു ഹാപ്പൻ. ഫ്രീ ബർത്ത് ഉണ്ടായാലേ പറ്റത്തുള്ളൂ. പ്ലീസ്. ഫ്രീ ബർത്ത് ഇല്ലെങ്കിൽ ഇറ്റ്സ് ഇംപോസിബിൾ. ആ ഫ്രീ ബർത്തിന് പല ലെയർ ഓഫ് ഇതുണ്ട്. നിക്കോദിമോസിനെ എന്നോട് പറയുമ്പം, ഒന്ന്, നീ യഹൂദനായിരുന്നു, അതിൽ നിന്ന് മാറി ചിന്തിക്കണം. വ്യക്തിപരമായി, കമ്മ്യൂണിറ്റിപരമായി, വ്യക്തിപരമായി, അങ്ങനെ പല രീതിയിൽ ഉള്ള ഒരു അത് പഠിച്ചു വരുമ്പം നല്ല രസമായിരിക്കും അത്. എനിവേ, റീബർത്ത് ഇസ് മസ്റ്റ്. ഓക്കെ. അതില്ലാത്തതിൻ്റെ ഒത്തിരിയും കുറവുകൾ പല സ്ഥലത്തും കാണുന്നുണ്ട്. 2, ഹോളി സ്പിരിറ്റ്, പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. എന്തു വില കൊടുത്തും നമുക്ക്, ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് എത്ര പ്രൂഫ് കാണിച്ചു, എത്ര ഇത് ചെയ്താലും, എത്ര ബിഹേവിയറൽ ഇഷ്യൂസ് കാണിച്ചാലും, എത്ര ഫുഡിൻ്റെ ഏത് രീതി പ്രൂഫ് കാണിച്ചാലും, ഇഫ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് നിങ്ങളിൽ വസിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിൽ അത് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അത് നിങ്ങളിലൊരു രൂപാന്തരം വരുത്തത്തില്ല. അതേപോലെ എന്നിലും വരുത്തത്തില്ല. ഓക്കെ. വി നീഡ് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഓക്കെ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്കതിനായി ആഗ്രഹിക്കാം. പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റിനെ ആഗ്രഹിക്കാം. ആ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമ്മളിൽ വരുമ്പം നമ്മൾ പാപത്തെപ്പറ്റിയും നീതിയെപ്പറ്റിയും ന്യായവിധിയെപ്പറ്റിയും ഉള്ള ബോധം തരും. റെബല്യസ്നെസ്, ദുരുപദേശം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫ്രൂട്ട് ഓഫ് ദ ഫ്ലഷ് മാറിപ്പോയി ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് വരും. മനസ്സിലായി?
ഇതില്ലായ്മ ഇവിടെയാണ് മെയിൻ കുറവ്. അറ്റ് എനി കോസ്റ്റ് നമുക്ക് ഇതിനായി വാഞ്ചിക്കാം, ഇതിനായി ആഗ്രഹിക്കാം. ഓക്കെ പരിശുദ്ധാത്മ സ്നാനത്തിനായി നമുക്ക് ആഗ്രഹിക്കാം. മനസ്സിലായി? പറന്ന് ഹോളി. അതേപോലെ വെള്ളത്താലും സ്നാനം, ഈ 3 കാര്യങ്ങൾ മറക്കരുത്. അതേപോലെ ഈ വീണ്ടും ജനം ഇതൊക്കെ വന്നെങ്കിൽ നമുക്ക് ഫ്രൂട്ട് ഓഫ് ദ ഫ്ലഷ്, റെബലിയസ്, ഇതേപോലെയുള്ള ക്രീപ്പിംഗ് തിങ്സും ബേർഡ്സ് അങ്ങനെയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് നല്ല ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് വരത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം, അവസാനിപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഇന്നത്തെ പൽക്കാലം ഞങ്ങൾക്ക് ദൈവമേ ബഹീമയെ പറ്റിയും ക്രീപ്പിംഗ് തിങ്സിനെ പറ്റിയും ക്രൗളിംഗ് തിങ്സിനെ പറ്റിയും അതേപോലെ കാട്ടുമൃഗങ്ങൾ റമേസിനെ പറ്റിയും പഠിക്കാനിടയാകല്ലോ. ദൈവമേ അത് ഓരോ സ്പിരിച്വൽ എങ്ങനെയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നു, എങ്ങനെയൊക്കെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് പഠിക്കാനിടയാക്കല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമേ പരിശുദ്ധാത്മാവിൻ്റെ ആ സ്നാനത്താൽ ഞങ്ങൾ നിറയപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് ഒന്നുകൂടി ചോദിക്കാനിടയാക്കണമേ. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനായി കാംക്ഷിക്കാനിടയാക്കണമേ. വീണ്ടും ജനനത്തിൻ്റെ അനുഭവം ഞങ്ങളിലില്ലെങ്കിൽ വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിനായി ഞങ്ങൾക്ക് ദൈവമേ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് എങ്ങനെയായിരിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഫിയറും ആങ്സൈറ്റി അങ്ങനെയൊക്കെ ഒത്തിരിയും കാര്യങ്ങളുണ്ട്. ഡിപ്രഷനൊക്കെ ഉണ്ടാകല്ലോ, പല 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 കാര്യങ്ങളാൽ ഞങ്ങൾക്കുണ്ടല്ലോ. അതെല്ലാം മാറ്റി ദൈവമേ പവർ ഓഫ് ദ ഹോൾ ആത്മസ്നാനത്താൽ ഞങ്ങളിൽ ഇതെല്ലാം മാറ്റി ദൈവത്തിന് വേണ്ടി ഞങ്ങളെ ഡെഡിക്കേറ്റ് ചെയ്യുവാനും വൺ തിങ്ങിനായി ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാനും ഞങ്ങളെ തന്നെ സെറ്റ് അപ്പാർട്ട് ചെയ്ത് നാമ മഹത്വത്തിന് പൂജിക്കുമായി ഞങ്ങൾക്ക് തീർക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും എല്ലാം ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലുള്ള കാട്ടുമൃഗത്തിൻ്റെ ആ സ്വഭാവം, മെരുക്കപ്പെടാത്ത അനുഭവം, റിബല്യസ്നെസ് എല്ലാം മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ അതേപോലെ ദുരുപദേശം പോലുള്ള പല ദുരുപദേശങ്ങളും ദൈവമേ ഷുഗർ കോട്ട് ചെയ്ത് ഇന്ന് നമ്മുടെ ജീവിതത്തിലും വ്യക്തികളിലും സഭകളിലും കുടുംബത്തിലും ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം മാറി ദൈവമേ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റിനാൽ ആത്മസ്നാനത്താൽ ദൈവമേ അതെല്ലാം മാറി ദൈവമേ ഒരു സ്വർഗീയ അനുഭവത്താൽ ഞങ്ങളെ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളെല്ലാം ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങളുടെ ദൈവനാമ മഹത്വത്തിനായി തീരുമാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അങ്ങനെ ഞങ്ങളെ സമ്പൂർണ്ണമായ അപ്പച്ചൻ്റെ കാര്യങ്ങളെ ഏൽപ്പിച്ചൻ്റെ നാമ മഹത്വത്തിനായി പ്രവചിക്കുമായി തീരുമാനിക്കണം. യേശു മനസ്സാക്കണം. യേശു തന്നെ. ആമേൻ.